Hello, good morning. 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 Yes, good morning. നമുക്ക് തുടങ്ങിയാലോ? ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നോ? ഇല്ല. ഇന്നലെ ഇവിടുത്തെ നെറ്റ് കണക്ഷൻ എന്തോ പ്രോബ്ലം, അതുകൊണ്ട് ക്ലാസ് ഉണ്ടാവാതിരുന്നതാണ്. ശ്രമിച്ചൊക്കെ നോക്കി, പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അത് വൈകുന്നേരം ആയപ്പോഴേക്കാണ് ശരിയായത് കേട്ടോ. അതുകൊണ്ടാണ് ക്ലാസ് ഇല്ലാതിരുന്നത്. ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, യെസ്. സോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ലല്ലോ. നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകളാണല്ലോ, വേറെ ഓപ്ഷൻ നമുക്കില്ല. നെറ്റില്ലാതെ വരുമ്പോൾ ക്ലാസ്സസ് എടുക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾക്ക് തുടങ്ങാം. കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെയാ പഠിച്ച് നിർത്തിയെന്നൊക്കെ വല്ല ഓർമ്മയുണ്ടോ? സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തു. ഇൻ ബിറ്റ്വീനിലെ ഡിസ്റ്റർബൻസ് വന്നാലോ, അതുകൊണ്ട് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, എവിടെയാ നമ്മൾ പഠിച്ചു നിർത്തിയത്? എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഡിഫറൻസ് ബിറ്റ്വീൻ ഡെവലപ്മെന്റ് ആൻഡ് ട്രെയിനിങ്, അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? ശരിയല്ലേ? ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, അതിന്റെ കുറച്ച് പോയിന്റുകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി കുറച്ച് 1-2 പോയിന്റ് മാത്രമേ ബാക്കി ഇരുന്നുള്ളൂ. നമ്മുടെ ടൈം കഴിഞ്ഞു പോയത്. അപ്പൊ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെ? അപ്പോ എവിടെ വരെ നമ്മൾ പറഞ്ഞു? 11ാമത്തെ വരെ പറഞ്ഞു. ടെക്നിക്കൽ ഫോക്കസ് ചെയ്യുന്നതാണ്, അല്ലെ? ടെക്നിക്കൽ സ്കിൽസ്. ട്രെയിനിങ് ഈസ് ബേസ്ഡ് ഓൺ ദ ടെക്നിക്കൽ സ്കിൽ, അതായത് നമ്മുടെ സാങ്കേതികപരമായിട്ടുള്ള കഴിവുകൾ ഓരോ ഇൻഡിവിജ്വൽസിന്റെ എംപ്ലോയീസിന്റെയും എന്താ പറയാ ഒരു ടെക്നിക്കൽ സൈഡിലുള്ള ഡെവലപ്മെന്റ്, അത് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക, അതിൽ ഫോക്കസ് ചെയ്തിട്ട് ഉള്ളതാണ് ട്രെയിനിങ് എങ്കിൽ. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ നാരോ സ്കോപ്പ്, അതൊരു നാരോ സ്കോപ്പ് കൂടിയാണ്. വളരെ ചുരുങ്ങിയ സമയം, ചുരുങ്ങിയ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് ട്രെയിൻ ചെയ്തെടുക്കുക. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ദ കൺസെപ്ച്വൽ ആൻഡ് ഓൾസോ ഹ്യൂമൻ ഐഡിയാസ്, മനുഷ്യന്മാരുടെ എന്താ പറയാ ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ അത് ഇംപ്രൂവ് ചെയ്യുക, അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിന് ഒരു വൈഡർ സ്കോപ്പ് ആണുള്ളത്. ട്രെയിനിങ് നമ്മൾ പറഞ്ഞു ഒരു ചുരുങ്ങിയ സമയം കൊണ്ട്, അതിന് ഷോർട്ട് ടേം അല്ലെങ്കിൽ ഷോർട്ട് പീരീഡ് ആയിട്ടുള്ള ഒരു ഡ്യൂറേഷനിലാണ് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ലൈഫ് ടൈം ആണ്, കരിയർ ഫുൾ ആണ്. മനസ്സിലായോ? അപ്പൊ ഡെവലപ്മെന്റ് ഷുഡ് ബി എന്താ പറയാ അപ്ഗ്രേഡഡ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. എത്രത്തോളം വികസനമുണ്ട് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞപ്പോ, എംപ്ലോയീസിന്റെ ബിഹേവിയറിൽ, അവരുടെ പെർഫോമൻസ്, ഹൗ ഇറ്റ് ഹാസ് ഇംപ്രൂവ്ഡ്, എത്രത്തോളം ഇംപ്രൂവ് ചെയ്തു. ഓൾ ദീസ് തിങ്സ് ഹാവ് ടു ബി അപ്ഗ്രേഡഡ്. ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് നോക്കണം. അതനുസരിച്ചിട്ടാണ്. അപ്പൊ ട്രെയിനിങ്ങിലൂടെ എത്രത്തോളം ഇംപ്രൂവ്മെന്റ് എംപ്ലോയീസിനുണ്ട്, ദാറ്റ്സ് കോൾഡ് ഡെവലപ്മെന്റ്. ഓക്കെ, അതൊരു വൈഡർ സ്കോപ്പ് ഉള്ള ഒരു ആശയമാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. Then 12th ഡിഫറൻസ് എന്താണ്? ട്രെയിനിങ് റിവോൾവ്സ് അറൌണ്ട് പ്രസന്റ് നീഡ്സ്. ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കൊടുക്കുക പ്രസന്റ് നീഡ്സ്. നമുക്കിപ്പോ if the organization has adopted any new technology in the business organization, ബിസിനസ് ഓർഗനൈസേഷനിൽ എന്തെങ്കിലും പുതിയൊരു സാങ്കേതിക പരമായിട്ടുള്ള ഒരു ഇത് കൊണ്ടുവന്നു, പുതിയൊരു ഇന്നോവേഷൻ അല്ലെങ്കിൽ പുതിയൊരു മെഷീനറി കൊണ്ടുവന്നു. സോ ഹൗ ടു ഓപ്പറേറ്റ് ദിസ്, അല്ലെങ്കിൽ ഹൗ ടു ഫങ്ഷൻ ഇറ്റ്, അതെങ്ങനെ ഫങ്ഷൻ ചെയ്യിപ്പിക്കാം, ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാം എന്ന് എംപ്ലോയീസിനെ മനസ്സിലാക്കി കൊടുക്കണം, അല്ലെ? സോ പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ. അത് ഹാൻഡിൽ ചെയ്യാനുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് ആ പ്രസന്റ് നീഡ്സ് നമുക്ക് അപ്പൊ അതിനെ ഓപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻസ് മനസ്സിലാക്കണം. അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഓർഗനൈസേഷനിൽ നമ്മൾ അതിന് റിസൾട്ട് ഉണ്ടാക്കുക, ഓൾ ദീസ് തിങ്സ് അതൊക്കെ എംപ്ലോയീസിന് അറിയണം. പുതിയതായിട്ട് അഡോപ്റ്റ് ചെയ്തതല്ലേ. അപ്പൊ അങ്ങനെ എംപ്ലോയീസിന് അറിയണമെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ ആ മെഷീനെ സംബന്ധിക്കുന്ന, അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതെങ്ങനെ ഫങ്ഷൻ ചെയ്യും, എന്തൊക്കെ അതുകൊണ്ട് ചെയ്യാം നമുക്ക്, ഓൾ ദീസ് തിങ്സ് ഇതെല്ലാം ആ എംപ്ലോയിക്ക് അറിയണം. അത് അറിഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അത് ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്ന് വെച്ചാൽ പ്രസന്റ് നീഡ്സിനെ നമുക്ക് എന്ത് ചെയ്യുക, സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ട്രെയിനിങ്. ഡെവലപ്മെന്റ് ആണെങ്കിലോ അറൌണ്ട് ദ ഫ്യൂച്ചർ, പ്രസന്റ് മാത്രമല്ല ഫ്യൂച്ചറിനെ കൂടി കണ്ടിട്ടാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നേരത്തെ കൊടുത്ത ട്രെയിനിങ്ങിന്റെ ഫലമായിട്ട് ഫ്യൂച്ചറിൽ വാട്ട് ചേഞ്ചസ് ഹാവ് ബീൻ ഒക്കേർഡ്, നമ്മൾ ഫ്യൂച്ചറിൽ എന്തോരം മാറ്റങ്ങൾ കൊണ്ടുവന്നു,
ട്രെയിനിങ് കൊടുത്തു എംപ്ലോയീസിന്, അതുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ, അതാണ്. അപ്പൊ ഫ്യൂച്ചറിനെ കൂടി ഫോക്കസ് ചെയ്യുന്നതാണ്, റിവോൾവ് ചെയ്യുന്നതാണ് നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് മറ്റൊരു ഡിഫറൻസ് ആണ്. ഓക്കെ, ദെൻ വീണ്ടും പറയുന്നു ട്രെയിനിങ് ഫോക്കസ് ഓൺ ദ റോൾ വൈൽ ഡെവലപ്മെന്റ് ഫോക്കസ് ഓൺ ദ പേഴ്സൺ. അതായത് ട്രെയിനിങ് എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന പ്രവൃത്തി, അതായത് ട്രെയിനിങ് കൊണ്ട് ആ ഓരോ എംപ്ലോയീസും വാട്ട് ദേ ഡു, അല്ലെങ്കിൽ വാട്ട് ഈസ് ദർ റോൾ ഇൻ ദ ഓർഗനൈസേഷൻ. അവർ ആ ട്രെയിനിങ് കിട്ടിയതിനു ശേഷം അവർ എന്ത് റോളാണ് ഓർഗനൈസേഷന് കൊടുക്കുന്നത്, ആ റോളിനെയാണ് ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പേഴ്സണെയാണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. എന്താ ഡെവലപ്മെന്റ് പേഴ്സണെ ഫോക്കസ് ചെയ്യുന്നത്? ബിക്കോസ് വാട്ട് മച്ച് ഇംപ്രൂവ്മെന്റ് ഹാവ് ബീൻ ഒക്കേർഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ആഫ്റ്റർ ദ ട്രെയിനിങ്. ട്രെയിനിങ്ങിന് ശേഷം ആ പർട്ടിക്കുലർ എംപ്ലോയിക്ക്, പേഴ്സണ് എത്രത്തോളം, അല്ലെങ്കിൽ എംപ്ലോയീസിന് എത്രത്തോളം ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആ ഡെവലപ്മെന്റ് ഫോക്കസിങ് ഓൺ ദ പേഴ്സൺ ആണെങ്കിൽ ട്രെയിനിങ് ഫോക്കസസ് ഓൺ ദ റോൾ ഓഫ് ദ പർട്ടിക്കുലർ പേഴ്സൺ. ആ പേഴ്സന്റെ റോളിനെയാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? 3 പോയിന്റ് കൂടി നമുക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ എന്നാണ് എന്റെ ഒരു ഓർമ്മ. ശരിയല്ലേ? ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസില് 3 ബാലൻസ് ഉണ്ടായിരുന്നു, 3 ബാലൻസ് ഉണ്ടായിരുന്നു. ആൻഡ് അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെ ഇതിനകത്തുനിന്ന് കുഞ്ഞു ഇതൊക്കെ പോയിന്റുകളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. തമ്മിലുള്ള ഡിഫറൻസില് ചിലപ്പോ ഇതൊക്കെ വരും എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. വലിയ പോയിന്റ് ഒന്നും വേണ്ട, അതിനെ ചുരുക്കിയൊക്കെ നിങ്ങളൊന്ന് പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ട്രെയിനിങ് ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞു. ട്രെയിനിങ് എന്ന് പറയുന്നത് ടു ഇംപ്രൂവ് ദ സ്കിൽ ആൻഡ് നോളജ് ഓഫ് ദ എംപ്ലോയി ഓർ എംപ്ലോയീസ്. എംപ്ലോയികളുടെ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ സ്കില്ലും നോളജും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രോസസ്, അതിനെയാണ് നമ്മൾ ട്രെയിനിങ് എന്ന് പറഞ്ഞു. ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ ട്രെയിനിങ് കൊണ്ട് വാട്ട് ഡെവലപ്മെന്റ് ഹാസ് ബീൻ ഒക്കേർഡ്, എന്താ ഒരു മാറ്റം, എന്തെങ്കിലും വികസനം ആ പേഴ്സണിൽ ഉണ്ടായി, ആ പേഴ്സൺ ഫ്യൂച്ചറിൽ നേരത്തെ ഉള്ളതിൽ നിന്ന് പാസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ നിന്ന് ഫ്യൂച്ചറിൽ അദ്ദേഹത്തിന് എന്തോരം ചേഞ്ചസ് കൊണ്ടുവന്നു, ആ ആളിൽ നിന്ന് ആളുടെ പെർഫോമൻസ് വഴി ഹൗ മച്ച് ഡെവലപ്മെന്റ് ഈസ് ദർ, ഹൗ മച്ച് റിസൾട്ട് ഹാസ് ബീൻ given by that particular employee. ആ എംപ്ലോയി എത്രത്തോളം കൂടുതൽ റിസൾട്ട് നമുക്ക് തന്നു എന്നുള്ളതൊക്കെ അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഒരു ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അതിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ട്, അതെങ്ങനെയല്ല അങ്ങനെയാണ് ഒന്ന് ഇൻസ്ട്രക്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ, കുറച്ചുകൂടി ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ മേ ബിക്കം മോർ സ്പെഷ്യലൈസ്ഡ് അല്ലെ, കുറച്ചും കൂടി ആള് സ്പെഷ്യലൈസ്ഡ് ആയി മാറും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ് ആളുടെ ടീച്ചിങ്ങിൽ വരും. ഓക്കെ, അങ്ങനെയൊക്കെയുണ്ട്. അപ്പൊ ഏത് ഒരു പ്രൊഫഷനും നമുക്ക് ട്രെയിനിങ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ പുതിയ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ആൻഡ് ആഫ്റ്റർ പ്രൊവൈഡിങ് ദിസ് ട്രെയിനിങ്, how much development in their performance and also in the future what there have been changed, എത്രത്തോളം മാറ്റങ്ങൾ ഫ്യൂച്ചറിൽ വന്നു, ആളുടെ പെർഫോമൻസിൽ എത്രത്തോളം മാറ്റം ഉണ്ടായി, ഇതൊക്കെയാണ് ഡെവലപ്മെന്റ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നൗ നെക്സ്റ്റ് ഒരു പോർഷൻ ആണ് നമുക്ക് ഏതാണ്, മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ്. മാനേജ്മെന്റിന്റെ ഡെവലപ്മെന്റ് ആണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ട്രെയിനിങ് ആർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആണ്, എംപ്ലോയീസിന് കൊടുക്കുന്ന ട്രെയിനിങ്, എംപ്ലോയീസിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും ഭാഗം ഈ ഒരു ചാപ്റ്ററിന്റെ ഇത്രയും പാർട്ടിൽ നമ്മൾ അതാണ് ചെയ്തത്. ആൻഡ് നെക്സ്റ്റ് ഗോസ് ടു ദ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ്. എന്താണ് മാനേജ്മെന്റിന്റെ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ മാനേജ്മെന്റും ഡെവലപ്മെന്റ് ആകണ്ടേ എന്ന് വെച്ചാൽ മാനേജ്മെന്റിനും ഡെവലപ്മെന്റ് ആവശ്യമില്ലേ? ചില ഓർഗനൈസേഷൻസിൽ മാനേജ്മെന്റിന്റെ ഉഴപ്പ് കൊണ്ട്, അല്ലെങ്കിൽ മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മാനേജ്മെന്റ് അവരുടെ കൃത്യമായിട്ടുള്ള രീതിയിൽ എംപ്ലോയീസിനോട് പങ്ക്ച്വാലിറ്റി പാലിക്കാൻ പറയും, അതുപോലെ തന്നെ ഡിസിപ്ലിൻഡ് ആകാൻ പറയും. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇഫ് ദ മാനേജ്മെന്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദിസ്, ഇതൊക്കെ പറഞ്ഞ് പോളിസീസ് ഒക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഹ്യൂമൻ റിസോഴ്സുകൾ ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യേണ്ടത്, അവരിങ്ങനെയൊക്കെ ലോസ് ആൻഡ് റൂൾസ് ഒക്കെ ഫോളോ ചെയ്യണം, ഡിസിപ്ലിൻഡ് ആകണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട്, ആൻഡ് അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നതെങ്കിൽ what happens നമുക്കറിയാം അല്ലെ. അതും കുഴപ്പം തന്നെയാണ്. അപ്പൊ ബോത്ത് ദ പാർട്ടീസ്, എംപ്ലോയർ അല്ലെങ്കിൽ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ് എല്ലാവരും ഡെവലപ്ഡ് ആക്കണം. സോ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ട്രെയിനിങ്. ഇറ്റ്സ് ഓൾസോ എ ട്രെയിനിങ്. ആർക്ക്? നമ്മുടെ മാനേജ്മെന്റിനുള്ള ട്രെയിനിങ് ആണ്. അപ്പൊ ഇത് ഒരു ട്രെയിനിങ് പ്രോസസ് തന്നെയാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ദാറ്റ് ഗ്രോത്ത് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ഗെയിൻ, അവിടെ വ്യക്തികൾ സ്വീകരിക്കുകയാണ് അല്ലെങ്കിൽ നേട്ടം ഉണ്ടാക്കുകയാണ്. എന്തൊക്കെ? അവരുടെ സ്കില്ല്, നോളജ്, അവരുടെ ഇൻസൈറ്റ്, ഉൾക്കാഴ്ചകൾ. അതായത് മാനേജ്മെന്റിന്റെ കൈ പ്രത്യേകത എന്താണെന്നറിയോ? എവിടെന്നെങ്കിലും പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചെടുത്തതോ കാര്യങ്ങളോ മാത്രം വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. ദേ മസ്റ്റ് ഹാവ് ദെയർ ഓൺ ഇൻസൈറ്റ് ആൻഡ് ഓൾസോ ഐഡിയാസ് അല്ലെ. അവർക്ക് എന്ത് വേണം?
അവർക്ക് അവരുടേതായ കുറെ ആശയങ്ങൾ, ഹ്യൂമൻ ഐഡിയാസ്, നമുക്ക് തന്നെ ആശയങ്ങൾ ഉദിച്ചു വരണം. അതോടൊപ്പം തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ, ഓരോ പർട്ടിക്കുലർ സിറ്റുവേഷൻസ് ഓർഗനൈസേഷൻസിൽ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ചൊരു ഉൾക്കാഴ്ച അവർക്കുണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ മാനേജ് ടു വർക്ക്, അവരുടെ വർക്കുകളൊക്കെ മാനേജ് ചെയ്യാൻ, അങ്ങനെ ഓർഗനൈസേഷൻസിലെ എല്ലാ ജോലികളൊക്കെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ അതിനുള്ള ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്, അതാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ്. അപ്പൊ മാനേജ്മെന്റിനെയും നമുക്ക് ഡെവലപ്ഡ് ആക്കേണ്ടതുണ്ട് ബൈ പ്രൊവൈഡിങ് പ്രോപ്പർ സിസ്റ്റമാറ്റിക് ട്രെയിനിങ്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ട്രെയിനിങ്ങിലൂടെ ഗെയിൻ, അവർക്ക് എന്തൊക്കെ നേടാൻ സാധിക്കും? ഇൻഡിവിജ്വൽസിന് നോളജ്, സ്കില്ല്, ഇൻസൈറ്റ്, ആൻഡ് ഓൾസോ ടു മാനേജ്, ആറ്റിറ്റ്യൂഡ് ടു മാനേജ് ദയർ ഓർഗനൈസേഷൻ ഇഫക്റ്റീവ്ലി. ഓർഗനൈസേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനും അതിനുള്ള ഉൾക്കാഴ്ചയും അതിനുള്ള കഴിവും സ്കില്ലും ഇതൊക്കെ വർദ്ധിപ്പിക്കുക, അത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് ഇസ് കോൾഡ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. ആദ്യം ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. മനസ്സിലായോ ആ സെന്റൻസ് എന്താന്ന്? ക്ലിയർ ആണോ? ഒറ്റ സെന്റൻസേ പറഞ്ഞിട്ടുള്ളൂ, കൂടുതലൊന്നും ആ പാരഗ്രാഫിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്കെ, ദെൻ മാനേജ്മെന്റ് ഓഫ് എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ മാത്രം നടക്കുന്ന ഒരു പ്രൊസീജിയർ അല്ല. എന്നുവെച്ചാൽ ഇവർക്കുള്ള ട്രെയിനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലേണിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രമല്ല, ഇതൊരു അൺഇൻറപ്റ്റഡ് വേ ഓഫ് ലേണിംഗ് ആണ്. അൺഇൻറപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തടസ്സവും ഇല്ലാതെ ഇങ്ങനെ, ഇന്ററപ്ഷൻ ഇല്ലാതെ ഇങ്ങനെ എന്താ പറയാ നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നതാണ്. മാത്രമല്ല അതിൽ നിന്ന് നമുക്കുണ്ടാകേണ്ട ഗ്രോത്ത്, അതായത് നമ്മുടെ there must be some changes in the behavioral pattern of the executives or management. മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ്സിന്റെ രീതിയിൽ, അവരുടെ പെരുമാറ്റത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു അൺഇൻറപ്റ്റഡ് ആയിട്ടുള്ള, അതായത് ഒട്ടും തന്നെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ കൊടുക്കേണ്ട ഒരു ലേണിംഗ് പ്രോസസ് ആണ് എന്തെന്ന് വിളിക്കുന്നത്. ലേണിംഗ് പ്രോസസ് മാത്രമല്ല, ആൻഡ് ഓൾസോ ദ ഗ്രോത്ത്. ആ ലേണിംഗിലൂടെ അവർക്ക് എന്തുണ്ടാകണം? ഗ്രോത്ത്, വളർച്ച ഉണ്ടാകണം. അത് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ദർ ഷുഡ് ബി സം ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ ദ എക്സിക്യൂട്ടീവ്സ്. എക്സിക്യൂട്ടീവ്സിന്റെ ബിഹേവിയറൽ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് എക്സിക്യൂട്ടീവ് ഓർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ആ സെന്റൻസും? അണ്ടർലൈൻ ചെയ്തോ ആ സെന്റൻസും? എക്സിക്യൂട്ടീവ് ഓർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഈസ് ആൻ അൺഇൻറപ്റ്റഡ് പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് ഡിസൈൻഡ് ടു ബ്രിങ് ബിഹേവിയറൽ ചേഞ്ചസ് among the executive. That means there will be a change in the behavioral pattern and knowledge and also skill by undergoing the development program. ഇങ്ങനെയുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൂടെ കടന്നു പോകുന്ന ഏതൊരു മാനേജ്മെന്റും ഏതൊരു എക്സിക്യൂട്ടീവ്സിനും എന്തുണ്ടാകും? അവരുടെ നോളജിലും സ്കില്ലിലും ഒക്കെ തീർച്ചയായിട്ടും ബിഹേവിയറൽ പാറ്റേണിലൊക്കെ ചേഞ്ചസ് ഉണ്ടാകും എന്നാണ് പറയണേ. മനസ്സിലായോ? അപ്പൊ മാനേജ്മെന്റിന്റെ എക്സിക്യൂട്ടീവ്സിന്റെ നോളജ്, സ്കില്ല്, ബിഹേവിയർ ഒക്കെ മാറ്റം വരുത്താൻ വേണ്ടി, മനസ്സിലായി, അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒന്നാണ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് ആ സെന്റൻസ് തന്നെ, രണ്ടാമത്തെ സെന്റൻസ് തന്നെ കുറച്ചും കൂടി ഡൈവേർട്ട് ചെയ്ത് വേറെ രീതിയിൽ പറഞ്ഞിരിക്കുന്നു മാത്രം. രണ്ടും ഒന്ന് തന്നെ, സെയിം മീനിങ് ആണ് രണ്ട് സെന്റൻസിലുള്ളത്. അപ്പൊ ഒറ്റ സെന്റൻസ് അണ്ടർലൈൻ ചെയ്താൽ മതി. ക്ലിയർ ആയോ? സെന്റൻസ് നിങ്ങൾ തന്നെ വായിച്ചു നോക്കണം കേട്ടാ. ഞാനിവിടെ സെന്റൻസ് വായിച്ച് പറയുന്നില്ല, കാര്യം പറയുന്നു എന്ന് മാത്രമാണ്. പിന്നെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാൻ പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബിക്കോസ് നിങ്ങളാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതേണ്ടത്. മനസ്സിലാക്കി വെച്ചു, മനസ്സിലാക്കിയത് എസ്സേ പോലെയോ ഷോർട്ട് ആൻസർ പോലെയോ നമുക്ക് എഴുതേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ല പരീക്ഷയ്ക്ക് വരിക. ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ കണ്ണുമിച്ച് വായിച്ച് നോക്കണം. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് ഒരു എന്താ പറയാ, മാനേജ്മെന്റിന് എക്സിക്യൂട്ടീവ്സിനും ഡെവലപ്മെന്റ് ഈസ് നെസസറി ബിക്കോസ് ദേ ഹാവ് ടു ഇംപ്രൂവ് ദെയർ നോളജ്, സ്കിൽ ബൈ ഡേ ബൈ ഡേ. നമുക്കറിയാം ഓരോ ദിവസവും ചെല്ലുന്നതോറും മാനേജ്മെന്റും അവരുടെ നോളജും സ്കില്ലും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള അൺഇൻറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്രൊസീജിയർ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ എന്താ? അൺഇൻറപ്റ്റഡ് എന്നാണ് തന്നെയാണ് വാക്ക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പക്ഷെ ട്രെയിനിങ് സാധാരണ എംപ്ലോയീസിന് കൊടുക്കുമ്പോൾ ഇൻറപ്റ്റഡ് ആണ്, ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തുന്നു. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കില്ല, എംപ്ലോയീസിന് കൊടുക്കില്ല. ബിക്കോസ് എംപ്ലോയീസിന് ഇൻസ്ട്രക്ഷൻസും ഇതുപോലെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ the next step is to they have to perform their duties. അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ്, ജോബ് എന്താണോ they have to perform it after obtaining the training programs. ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ എംപ്ലോയീസ് അവരുടെ ആ കഴിവുകൾ
should be given to their job. ആ ജോബിൽ അവരത് ഉപയോഗിച്ച് കാണിക്കണം. ഓക്കെ. ആൻഡ് പക്ഷേ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇതൊരു അൺഇൻറ്ററപ്റ്റഡ് ലേണിംഗ് പ്രോസസ് ആണ്. ആൻഡ് ഓൾസോ ഗ്രോത്ത് ടു ഇംപ്രൂവ് ദ ബിഹേവിയറൽ ചേഞ്ചസ്. ബിഹേവിയറലിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക, സ്വന്തമായിട്ട് ചിന്തിക്കുക, ഉൾക്കാഴ്ച ഉണ്ടാകുക, ഇൻസൈറ്റ് ഉണ്ടാകുക, ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. ഓക്കെ, ഇതെല്ലാമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഓർഗനൈസേഷൻസിൽ ദീസ് ഇൻഡിവിജ്വൽസ്, ദാറ്റ് മീൻസ് ദ മാനേജ്മെന്റ് ഓർ എക്സിക്യൂട്ടീവ് ഹാവ് ടു ചേഞ്ച് ദർ ബിഹേവിയർ. അതനുസരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ട്രെയിനിങ്ങിൽ നിന്ന് കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ അസൈൻമെന്റ്സ്, അതുപോലെ തന്നെ അവരുടെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ഓൾസോ ഇറ്റ് ഇൻക്രീസസ് ദർ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ. എന്ത് പറ്റും? അപ്പൊ ഈ മാനേജ്മെന്റിന്റെ അങ്ങനെയുള്ള ട്രെയിനിങ് കിട്ടി കഴിയുമ്പോൾ അവരുടെ ഭാവിയിലുള്ള പൊട്ടൻഷ്യാലിറ്റിയെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ആ കഴിവുകൾ കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആക്കാൻ പറ്റും. സാധാരണ എംപ്ലോയീസിന് കൊടുക്കുന്ന പോലെ അവർക്ക് ട്രെയിനിങ് കിട്ടി കഴിയുമ്പോൾ അവരുടെ ജോലി ചെയ്യാനായിട്ട് കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാനും നല്ല രീതിയിലുള്ള പെർഫോമൻസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് പോലെ തന്നെ മാനേജ്മെന്റ് അറ്റ് ദ സെയിം ടൈം മാനേജ്മെന്റ് അതുപോലെ തന്നെ ത്രൂ ദെയർ അൺഇൻറ്ററപ്റ്റഡ് ലേണിംഗ് ദേ ക്യാൻ ഗ്രോ. അവർക്ക് വളർച്ച പ്രാപിക്കാൻ പറ്റും. അവരുടെ ഇൻസൈറ്റ്, അവരുടെ ഐഡിയാസ്, അല്ലെ, ഓൾ ദീസ് തിങ്സ് വിൽ ബി ഇംപ്രൂവ്ഡ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല there will be behavioral changes in the മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് if they are given sufficient training. ആവശ്യത്തിന് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, സോ മാനേജ്മെന്റ് ഹാസ് ടു, അല്ലെങ്കിൽ മാനേജേഴ്സ് എന്ന് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ ഫോർമൽ കോഴ്സസ് എന്ന് വെച്ചാൽ ത്രൂ ദ ഇന്ററാക്ഷൻസ് വിത്ത് ദ എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എംപ്ലോയീസിനോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ മാത്രമല്ല മാനേജേഴ്സിന്റെ മാനേജേഴ്സ് ഡെവലപ്പ് ആകുക. പിന്നെ എങ്ങനെയാണ്? by the instructions drawn during the course of the organization. ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറിയൊക്കെ വരുമ്പോൾ അതിനകത്ത് ഇന്ററപ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഇന്ററോഗേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഓർഗനൈസേഷന്റെ വളർച്ചയോടൊപ്പം എന്ത് ചെയ്യാൻ പറ്റും? മാനേജ്മെന്റിനും വളരാൻ പറ്റും. അപ്പൊ എംപ്ലോയീസിനോടുള്ള കമ്മ്യൂണിക്കേഷൻ ത്രൂ മാത്രമല്ല മാനേജേഴ്സിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകുക ത്രൂ ദ കോഴ്സ് ഓഫ് ദ ഓർഗനൈസേഷന്റെ ഇൻസ്ട്രക്ഷൻസ് ഡ്രോൺ ചെയ്യുക. അവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, അതിലുള്ള ഇംപ്രൂവ്മെന്റും എന്ത് കിട്ടുന്നു? മാനേജ്മെന്റ് ഡെവലപ്മെന്റിൽ കിട്ടുന്നു. ദാറ്റ് മീൻസ് ദ എക്സ്പീരിയൻസ് ഇൻ ദർ ഓർഗനൈസേഷൻ, ഓൺ എക്സ്പീരിയൻസ് ആണ്. മാനേജേഴ്സ് എത്രത്തോളം ഓർഗനൈസേഷനിൽ അവരുടെ സ്വന്തം അനുഭവങ്ങൾ with the interaction of the employees and also with the interaction of the organization. ഓർഗനൈസേഷനോടുള്ള ഇന്ററാക്ഷനും അതുപോലെ എംപ്ലോയീസിനോടുള്ള ഇന്ററാക്ഷനും സ്വന്തമായിട്ട് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തോ ഇതിന്റെ ഒക്കെ ഒരു ആകെ തുക, അല്ലെ, ഒരു സം ടോട്ടൽ വിൽ ബി ദ ഇംപ്രൂവ്മെന്റ് ഓർ ദ ഡെവലപ്മെന്റ് ഓഫ് മാനേജേഴ്സ്. അതായിരിക്കും മാനേജ്മെന്റിന്റെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദർ ഷുഡ് ബി ഓപ്പർച്യൂണിറ്റീസ് ടു ഡെവലപ്പ് മാനേജ്മെന്റിന്റെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെ മാനേജേഴ്സ് ഉപയോഗിക്കണം. ആൻഡ് ഓൾസോ ദേ ക്യാൻ ബിക്കം ദ പൊട്ടൻഷ്യൽ മാനേജേഴ്സ്, നല്ല കഴിവുള്ള മാനേജേഴ്സ് ആയി തീരാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഓർഗനൈസേഷന്റെ ഒരു കൗണ്ടർ പാർട്ടാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓർഗനൈസേഷനിൽ എന്തൊക്കെ ചാലഞ്ചസ് വന്നാലും അതിനെയൊക്കെ ഒരു എതിരാളിയെ പോലെ, ദാറ്റ്സ് കോൾഡ് കൗണ്ടർ പാർട്ട് എന്ന് പറഞ്ഞ എതിരാളി എന്നാണ്. അപ്പൊ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ചലഞ്ചസിനെ ഫേസ് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ മാനേജ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ആ മാനേജ്മെന്റ് ദേ ഹാവ് ടു സീ ദാറ്റ് ദേ ആർ ദ കൗണ്ടർ പാർട്സ്. അവർ ഫേസ് ചെയ്യുന്നത് ഒരു എതിരാളിയാണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം? അവരുടെ മാറ്റങ്ങൾ കൊണ്ടുവരണം. സോ ദാറ്റ് മീൻസ് ദേ ഹാവ് ടു ഡെവലപ്പ്. അത് അത്രയും അങ്ങോട്ട് ഡെവലപ്ഡ് ആകണം ഓരോ മാനേജ്മെന്റും എന്നാണ് പറയുന്നത്. That means they have to be self-developed. അപ്പൊ സെൽഫ് ഡെവലപ്മെന്റ് ആണ് എസെൻഷ്യൽ ഫോർ മാനേജേഴ്സ്. മാനേജ്മെന്റിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്ന് അറിയാം? സെൽഫ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് പുരോഗമിക്കാൻ, സ്വന്തമായിട്ടുള്ള വികസനം, സ്വന്തമായിട്ട് എന്ന് പറയുമ്പോൾ പേഴ്സണലി മീൻസ് വ്യക്തിപരമായിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മളുടെ നോളജ് വൈസ്, നമ്മളുടെ സ്കിൽ, നമ്മളുടെ ഓർഗനൈസേഷനിലെ മാനേജ് ചെയ്യാനുള്ള ആ ഒരു എഫിഷ്യൻസി, മറ്റു കാര്യങ്ങൾ, ഓൾ ദീസ് തിങ്സ് ഹാവ് ടു ബി ഡെവലപ്ഡ്. ദാറ്റ് മീൻസ് സെൽഫ് ഡെവലപ്മെന്റ്. അപ്പൊ നമ്മളത് വികസനം വേണമെന്ന് നമ്മൾ തന്നെ സ്വന്തമായിട്ട് മനസ്സിൽ ചിന്തിക്കണം, എന്നാലേ കിട്ടുള്ളൂ. ഓക്കെ, അല്ലാതെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ട്രെയിനിങ് എംപ്ലോയീസിന് കൊടുക്കാൻ പറ്റും, ഇത് ഇങ്ങനെ അടിച്ചടിച്ച് ഏൽപ്പിച്ച് ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതോടൊപ്പം ഒരു സെൽഫ് നമുക്ക് കൂടി അത് ചെയ്യാനുള്ള ഒരു ഏറ്റവും കൂടുതൽ ഇൻതൂസിയാസം, അല്ലെ, വളരെ താല്പര്യത്തോടെ ജോലി ചെയ്യാനുള്ള ഒരു ഇത് കൂടി എംപ്ലോയീസിന് വേണം. അതേസമയം മാനേജ്മെന്റിന് അങ്ങനെ മാത്രമല്ല, അവര് കാണുന്നതും കേളുന്നതും അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ട്രെയിനിങ്ങും കൂടാതെ
അതിന് അഡീഷണൽ ആയിട്ട് ദേ ഹാവ് ടു ബിക്കം സെൽഫ് ഡെവലപ്ഡ്. അവരും സ്വയമായിട്ട് ഡെവലപ്ഡ് ആകണം. എന്നാലും ദേ ക്യാൻ മാനേജ് ദ ഓർഗനൈസേഷൻ ഇഫക്റ്റീവ്. ഓർഗനൈസേഷനെ വളരെ നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ആ ഒരു പാരഗ്രാഫിനകത്ത് അത്രയൊക്കെ ഉള്ളൂ പറയുന്നത്. ഞാൻ പറയുന്ന സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. Self-development is an essential principle in the whole program of management development. Management developmentന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു തത്വം എന്ന് പറയുന്നത് സെൽഫ് ഡെവലപ്മെന്റ് ആണ്, സ്വന്തമായിട്ടുള്ള വികസനം. ആ സെന്റൻസ് ലാസ്റ്റ് സെന്റൻസ് മറക്കാതെ ആദ്യം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. Then വേറൊരെണ്ണം കൂടി. Managers develop not only by participating in formal courses of instruction drawn by the organization, but through actual job experience in the organization. ഓർഗനൈസേഷനിൽ ഒരു ഫോർമൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല മാനേജ്മെന്റിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെയോ ആക്ച്വൽ ജോബ് എക്സ്പീരിയൻസ്. ഞാൻ എന്റെ ജോലിയിൽ നിന്ന് എന്ത് അനുഭവിച്ചു, എന്ത് അനുഭവമാണ് എനിക്ക് എന്റെ ഓർഗനൈസേഷനുമായിട്ടുള്ളത്, ഓൾ ദീസ് തിങ്സ്. ഇത് രണ്ടും കൂടി ചേർന്നത് നോട്ട് ഓൺലി ബട്ട് ഓൾസോ വെച്ച് ഒരു സെന്റൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഈ രണ്ട് സെന്റൻസ് മതി ആ പാരഗ്രാഫിൽ നിന്ന്. ലാസ്റ്റ് സെന്റൻസും ഏകദേശം ഒരു മിഡിൽ പാർട്ടിലായിട്ട് 1, 2, 3, 4, 5 അഞ്ചാമത്തെ വരിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. മാനേജേഴ്സ് ഡെവലപ്പ് നോട്ട് ഓൺലി എന്നുള്ള ആ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉള്ള സെന്റൻസ് ചെയ്യുക. അല്ല സോറി, അണ്ടർലൈൻ ചെയ്യാം. ക്ലിയർ? പറഞ്ഞോട്ടെ അടുത്തത്. അത്ര ആ രണ്ട് കാര്യമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫിൽ നിന്ന് വേണ്ടത്. അടുത്തത് പറഞ്ഞോട്ടെ. ആരും മിണ്ടുന്നില്ലല്ലോ. മഴയൊക്കെ ഉണ്ട് നന്നായിട്ട് അല്ലേ? നല്ല മഴയില്ലേ? ആണോ? ഉറങ്ങാണോ? ക്ലാസ്സിലിരിക്കുമ്പോ കുട്ടികള് എന്താ പറയാ മഴയോ അല്ലെങ്കിൽ ചൂട് അല്ല ഭയങ്കര തണുപ്പൊക്കെ വരുമ്പോ ഇങ്ങനെ കുറച്ചുകൂടി ഇരിക്കുകയാണെങ്കിൽ ഉറങ്ങിപ്പോ. അതുപോലെ ഉറങ്ങരുതേ. രാവിലെ തന്നെ മഴയൊക്കെ ഉണ്ട്, സാരില്ല. പക്ഷെ ഓക്കെ, എനർജി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക, ചാടി ചാടി. ഇച്ചിരി സൗണ്ട് കുറച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പുറത്ത് ഇരിക്കുന്ന ക്ലാസ്സുകളിലെ ടീച്ചേഴ്സിന് ഡിസ്റ്റർബൻസ് വരും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി പതുക്കെ പറയണേ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇച്ചിരി പതുക്കെ. സാധാരണ എടുക്കുന്ന എന്റെ വലിയ സൗണ്ട് ഞാൻ ഒന്നും എടുക്കുന്നില്ല. എന്തെങ്കിലും എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല കേട്ടോ. ഇപ്പുറത്തുള്ള ടീച്ചേഴ്സിനെ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചില്ല. കേൾക്കുന്നുണ്ടോ? എന്നാലും ക്ലിയർ ആണോ സൗണ്ട്? യെസ്, അത് മതി. ഓക്കെ. ഇനി നമുക്ക് ഈ പറയുന്ന മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ എന്താ പറയാ കുറച്ച് അസംഷൻസ് അല്ലെങ്കിൽ കുറച്ച് കൺസേൺസ്. അസംഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ചില സങ്കല്പങ്ങൾ. അപ്പൊ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സം അസംഷൻസ് ഓർ സം കൺസേൺസ്. ചില പ്രധാനപ്പെട്ട എന്താ പറയാ ചില കാര്യങ്ങൾ കൂടി നമ്മൾ അസ്യൂം ചെയ്യണം, നമ്മൾ സങ്കല്പിക്കണം ഇന്നതായിരിക്കുമെന്ന്. അതായത് എല്ലാം ഇങ്ങനെ ക്ലിയർ കട്ട് ഒരു ഫോർമുല പോലെയല്ല. ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്യും ഇങ്ങനെയാകും എന്ന് സങ്കല്പിച്ചിട്ട് ആ സാങ്കല്പികതയുടെ അടിസ്ഥാനത്തിലായിരിക്കും ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ എക്കണോമിക്സ്. നമ്മൾ ഇക്കോണമിയെ കുറിച്ച് പഠിക്കുമ്പോഴേ നമ്മുടെ ഇക്കോണമി ഏതാ? ഇന്ത്യൻ ഇക്കോണമി അല്ലെ? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മലയാളത്തിൽ പറഞ്ഞു. ഓക്കെ, ഇന്ത്യൻ ഇക്കോണമിയാണ് നമ്മുടെ. അപ്പൊ ഇന്ത്യൻ ഇക്കോണമിയെ കുറിച്ച് ലോട്ട് ഓഫ് തിങ്സ് ടു ബി സ്റ്റഡി. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ? അൺഎംപ്ലോയ്മെന്റ്, എംപ്ലോയ്മെന്റ്, ഇൻകം ഓഫ് ഇൻഡിവിജ്വൽസ്, പെർ ക്യാപിറ്റ, ഇങ്ങനെ ചവർ കണക്കിന് കുറെ കാര്യങ്ങളുണ്ട്. ഫോർ മേക്കിംഗ് എനി സ്റ്റഡി റിഗാർഡിംഗ് എനി ഓഫ് ദ ടോപ്പിക് they have to be made some assumptions. നമ്മൾ പല കാര്യങ്ങളെ കുറിച്ച് പഠനങ്ങൾ നടത്തണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ, സ്ഥിതി വിവര കണക്കുകളൊക്കെ ശേഖരിക്കണമെങ്കിൽ ചില കാര്യങ്ങളിൽ ബേസ് ചെയ്ത് നമ്മൾ ചില അസംഷൻസിലൂടെയാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പറ്റില്ല. എല്ലാത്തിനും ഇപ്പൊ മാത്സിൽ കൃത്യമായിട്ട് ഒരു ഇത് ഉണ്ട് എന്ന് പറയുന്നത് പോലെ പറ്റില്ല നമ്മുടെ ഇക്കോണമിയെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താ പറയാ എക്കണോമിക്സിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കുന്നു. അപ്പൊ നമ്മൾ അതിനൊരു അസംഷൻ, ഇപ്പൊ എന്താ പറയാ നമ്മളിപ്പോ ഏതെങ്കിലും തരത്തില് എന്താ പറയാ ഒരു ആളുടെ വീടിന്റെ ഒരു എക്സ്പെൻഡിച്ചർ ഹാബിറ്റ് പഠിക്കുകയാണ്. ഇക്കോണമിയുടെ ഒരു വീട്ടിലെ എക്സ്പെൻഡിച്ചർ ഹാബിറ്റ്, ഒരു ഫാമിലിയുടെ എന്നുവെച്ചാൽ അവരുടെ വരുമാന മാർഗം എങ്ങനെ അവര് ചെലവാക്കുന്ന ആ ഒരു രീതി പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആളുകളെ വെച്ച് പഠിക്കാൻ പറ്റില്ല. കാരണം എന്താ? വലിയ ഇൻകം ഉണ്ട്. അപ്പൊ അവരുടെ സ്പെൻഡിങ് ഹാബിറ്റ് എങ്ങനെയായിരിക്കും? ഭയങ്കര ധാരാളിത്തമായിരിക്കും അല്ലെ? ലാവിഷായിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്യും, നോട്ടുകൾ വാരി വീശിയെറിയും അല്ലെ? അതേസമയം നമ്മൾ ടു പുവർ ആയിട്ടുള്ള വളരെ ദാരിദ്ര്യത്തിലുള്ളവരെ കുറിച്ച് പഠിക്കില്ല. ബിക്കോസ് എന്താ? അവർക്ക്
ആക്ച്വലി അവരുടെ ഒരു ഡെയിലി അല്ലെങ്കിൽ ഒരു മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് വളരെ എന്താ പറയാ മൈന്യൂട്ട് ആയിട്ടുള്ളതാണ്, കുറച്ചെറുതാണ്. അപ്പൊ അവരെയല്ല, ഒരു ആവറേജ് പീപ്പിളിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരിക്കും അവിടെ പഠന വിധേയമാക്കുക. മീൻസ് ആവറേജ് ഫാമിലിനെയാണ് അപ്പൊ നേരം കൺസിഡർ ചെയ്യുക. അങ്ങനെ അതൊരു അസംഷൻ ആണ്. അതുപോലെ പല അസംഷൻസ് ഉണ്ട്. ഞാൻ ആ വാർഡിന്റെ ഒരു മീനിങ്ങിലേക്ക് കൊണ്ടുവന്നു ഉൾക്കോട്ടെ ഒക്കെ മനസ്സിലാക്കി. ഓക്കെ, സോ എന്താണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ചില അസംഷൻസ് ആണ് നമുക്കിവിടെ പറയാനുള്ളത്. ഫസ്റ്റ് വൺ, സം പേഴ്സണൽ വേരിയബിൾസ് എന്ന് വെച്ചാൽ എന്താ, വ്യക്തിപരമായിട്ടുള്ള ചില എന്താ പറയാ കാര്യങ്ങളുണ്ട് നമുക്ക്. വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്ന മലയാളത്തില് നമ്മൾ വേരിയബിൾസ് എന്ന് പറയില്ലേ, ചില കാര്യങ്ങൾ ഐറ്റംസ് എന്നോ എന്തെങ്കിലും ആവട്ടെ, ഏതെങ്കിലും പർട്ടിക്കുലർ കാര്യങ്ങൾ, തിങ്സ് എന്നൊക്കെ പറയാം. ഇവിടെ ചില പേഴ്സണൽ മാറ്റേഴ്സ് വ്യക്തികളെ സംബന്ധിക്കുന്ന such as ഏജ്, പ്രായം, അതുപോലെ തന്നെ നമ്മുടെ ഹാബിറ്റ്, നമ്മുടെ ശീലങ്ങള്, അതുപോലെ നമ്മുടെ ലെവൽ ഓഫ് മോട്ടിവേഷൻ, പിന്നെ നമ്മുടെ മനസ്സിന്റെ സ്ഥിതി, മാനസിക അവസ്ഥ എന്ന് പറയും, മാനസികാവസ്ഥ. ഓക്കെ, സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഇതൊക്കെ മേ ഹിൻഡർ ദ ഗ്രോത്ത് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, മാനേജ്മെന്റ് ഡെവലപ്മെന്റിനകത്ത് സെൽഫ് ഡെവലപ്മെന്റ് വേണമെന്നൊരു സെന്റൻസ് നേരത്തെ പറഞ്ഞോ, തൊട്ടു മുന്നിൽ പറഞ്ഞില്ലേ, സെൽഫ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഞാൻ സ്വയം വികസനത്തിന് വിധേയമാകണം, അല്ലെ? ദാറ്റ് വി ഹാവ് ടു ലേൺ ഫ്രം ദ ഓർഗനൈസേഷൻ ആൻഡ് ഓൾസോ ഫ്രം അവർ എംപ്ലോയീസിന്റെ ഇന്ററാക്ഷനിലൂടെ, ഓർഗനൈസേഷനിൽ നിന്ന്, അതിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഐ ഹാവ് ടു മേക്ക് സെൽഫ് ഡെവലപ്മെന്റ്. മാനേജ്മെന്റ് എന്ന രീതിയിൽ ഞാൻ സ്വയം ഡെവലപ്ഡ് ആകണം. പക്ഷേ അങ്ങനെ ഡെവലപ്ഡ് ആകണം എന്ന് പറയുമ്പോൾ വി ഹാവ് ടു അസ്യൂം ദാറ്റ് നമുക്ക് ചില കാര്യങ്ങൾ സങ്കല്പിക്കേണ്ടതുണ്ട്. അത് ഞാൻ കണക്ട് ചെയ്യുന്നതാണ്. എന്താണ് സങ്കല്പിക്കേണ്ടത്? ചില കാര്യങ്ങളുണ്ട് നമുക്ക് സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും there are some variables which hinder the growth. ഈ ഒരു വളർച്ചയെ തടസ്സം നിൽക്കുന്ന ചില ഘടകങ്ങളുണ്ട്, ചില വേരിയബിൾസ് ഉണ്ട്. അത് ഏതൊക്കെയാ? ഏജ്, നമ്മുടെ പ്രായം. എല്ലാ പ്രായത്തിലും നമ്മൾ വളരെ എനർജറ്റിക് ആയിട്ട് നിൽക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയും എന്താ പറയാ, ഇച്ചിരി എനർജിയിലൊക്കെ ഇപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഒരു 10-15 കൊല്ലം കൂടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ, 10 എപ്പോഴെങ്കിലും അത്രയും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്രയും എനർജി നമ്മളുടെ സ്പീക്കിങ്ങിലോ അല്ലെങ്കിൽ നമ്മളുടെ ഇതിലോ ഉണ്ടാവില്ല, ആക്ഷൻസിലോ ഉണ്ടാവില്ല. കാരണം എന്താ, ഡേ ബൈ ഡേ അല്ലെങ്കിൽ ഇയർ ആഫ്റ്റർ ഇയർ നമ്മൾ ഓരോ വർഷം ചെല്ലുന്നതും നമ്മളുടെ ഹെൽത്ത് അതനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹെൽത്തിന്റെ പവർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? സ്ക്രീൻ കാണാൻ പറ്റുള്ളേ ആരത്? മുഹമ്മദ് നായർ. എന്തേ ബാക്കി എല്ലാവർക്കും? മുഹമ്മദ് ഒന്ന് ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്തിട്ട് പെട്ടെന്ന് ഒന്ന് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഒന്ന് മാറിയിട്ട് നോക്കിയ റേഞ്ച് പ്രശ്നമായിരിക്കാം. ഇവിടെ ഓൾറെഡി സ്ക്രീൻ പ്രസന്റഡ് ആണ്, ബാക്കി കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ചില വേരിയബിൾസ്, അതുപോലെ ഏജ്, പിന്നെ മാത്രമല്ല നമ്മളുടെ മോട്ടിവേഷൻ ലെവലും, നമ്മൾ എത്രത്തോളം മോട്ടിവേറ്റഡ് ആകുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്നോ, സെൽഫ് മോട്ടിവേഷനോ എത്രത്തോളം ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ചില സമയത്ത് നമ്മൾ എല്ലാ സമയത്തും നമ്മളുടെ മാനസികാവസ്ഥ ഒരുപോലെ ആവണമെന്നില്ല, അല്ലെ? ചില സങ്കടകരമായിട്ടുള്ള കാര്യങ്ങള്, സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോ അതിങ്ങനെ റിഫ്ലക്ട് ചെയ്യും, നമ്മളിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ചില വേരിയബിൾസ് ഇറ്റ് മേ ഹിൻഡർ ദ ഡെവലപ്മെന്റ്. നമ്മളുടെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്തോളാം. ആ ഫാക്ടേഴ്സ് അവിടെ നിൽക്കെ ചിലപ്പോ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോപ്പറായി നടക്കണമെന്നില്ല. അത്രേ ഉള്ളൂ. അതാണ് ആ സെന്റൻസ് ഉദ്ദേശിച്ചത്. അപ്പൊ ഒന്നാമത്തെ അസംഷൻ ആണ് എന്താണ്, ചില കാര്യങ്ങളുണ്ട് മനുഷ്യരാണ്, ഇൻഡിവിജ്വൽസ് ആണ്, നമുക്ക് ഫീലിങ്സ് ഉള്ളവരാണ്, നമുക്ക് വയസ്സാകും, പ്രായമാകും, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ മോട്ടിവേഷൻ ലെവല് എപ്പോഴും ഒരുപോലെയല്ല. These variables make it the growth. നമ്മളുടെ വികസനത്തിന് അല്ലെങ്കിൽ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ചില വേരിയബിൾസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ അസ്യൂം ചെയ്തോളുന്നു. മാനേജ്മെന്റ് ഡെവലപ്മെന്റിന് തടസ്സമാകുന്ന ചില പോയിന്റുകൾ ഇതാണ് പറഞ്ഞത്. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് അസംഷൻസിൽ ഫസ്റ്റ് വൺ ക്ലിയർ ആണോ? യെസ്. ദെൻ എന്താണ്, ഡ്രോബാക്സ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ്. ഇനി എന്താ, ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ എന്റെ സ്വന്തമായ ഡ്രോബാക്സ് എന്ന് വെച്ചാൽ എന്താ, എന്റെ ലിമിറ്റേഷൻസ് ഐ ഹാവ് ടു റെക്കഗ്നൈസ്. ചിലപ്പോൾ നമ്മളത് മനസ്സിലാക്കില്ല. എനിക്ക് എന്തൊക്കെ പോരായ്മകളുണ്ട് അതും നമ്മൾ എന്ത് ചെയ്തോളണം, മനസ്സിലാക്കണം. അത് എന്താ പറയാ, ഫീഡ്ബാക്ക് ഫ്രം നമുക്ക് ആരിൽ നിന്നൊക്കെ ഫീഡ്ബാക്സ് ഒക്കെ നോക്കി, ജൂനിയർ കൊളീഗ്സുമായിട്ട് കൗൺസിലിംഗ് ഒക്കെ നടത്തി, അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ എന്താ പറയാ പോരായ്മകൾ, ഷോർട്ട് കമ്മിങ്സ് അപ്ലൈയിങ് ദ സൂട്ടബിൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ്. അതായത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കുറെ പോളിസീസ് അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫോളോ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതൊക്കെ എത്രത്തോളം എനിക്ക് പോരായ്മകൾ വന്നിട്ടുണ്ട്, അത് നടപ്പിലാക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്, അതിന് എന്തൊക്കെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും
എന്നുള്ളതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഫീഡ്ബാക്കുകളൊക്കെ എന്ത് ചെയ്യാം, മെയിൽ ആ ഒരു ഫീഡ്ബാക്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡ്രോബാക്സ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ അവരിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്നാണ്. എന്റെ പോരായ്മ എന്താണെന്ന് ചിലപ്പോൾ എനിക്ക് തന്നെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് വെച്ചാൽ അവരുടെ പോളിസീസ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെ നമുക്ക് സ്യൂട്ടബിളി അപ്ലൈ ചെയ്യാം, ആൻഡ് ഓൾസോ ഹൗ ടു ഓവർകം ദ ഡ്രോബാക്സ്. ഈ ഡ്രോബാക്സിനെയൊക്കെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം അത് അറിയാൻ പറ്റണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ അസ്യൂം ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഡ്രോബാക്സ് ഉണ്ടായിരിക്കും, എല്ലാവരും ഒരുപോലെ പെർഫെക്റ്റ് അല്ല, ഓരോരുത്തർക്കും അവരവരുടേതായ ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. സോ അത് അറിയണം. ഹൗ ക്യാൻ ദേ ഓവർകം, അതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയാണ് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, ഇതൊന്നും അണ്ടർലൈൻ ചെയ്യൊന്നും വേണ്ട കേട്ടോ, നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അസംഷൻസ്, മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ അസംഷൻസ് ആണ്. അതുകൊണ്ട് കാണാതൊന്നും പഠിക്കണ്ട. കാണാതെ പഠിക്കേണ്ട സെന്റൻസ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ അണ്ടർലൈൻ ചെയ്തില്ല. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മെത്തഡോളജി ഓഫ് അച്ചീവ്മെന്റ്. നമുക്ക് എങ്ങനെ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് നേടിയെടുക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള മെത്തഡോളജി, മെത്തേഡ്. So there should be some specific objectives and goals required. അതായത് നമ്മൾ അതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് ഡെവലപ്മെന്റിൽ അവർ അസ്യൂം ചെയ്യണം എന്ത് ഗോൾ, എന്ത് ലക്ഷ്യമാണ് എനിക്ക് നേടിയെടുക്കേണ്ടത്. അത് ആദ്യം തന്നെ എന്ത് ചെയ്യണം, ആ ഒരു ഇത് ഉണ്ടായിരിക്കണം. എന്ത് ഗോള് അല്ലെങ്കിൽ എന്ത് ഒബ്ജക്റ്റീവ്, അതിനൊരു ആ ഗോളും ഒബ്ജക്റ്റീവും നമ്മൾ ലക്ഷ്യമായിരിക്കണം. അതാണ്, എന്നിട്ടാണ് അത് എന്ത് ചെയ്യേണ്ടത്, നേടാനുള്ള മെത്തഡോളജി സ്വീകരിക്കേണ്ടത്. അതാണ്, അത് മറ്റൊരു അസംഷൻ ആണ്. എന്ന് വെച്ചാൽ എവറി മാനേജ്മെന്റ് മസ്റ്റ് ഹാവ് സം ഒബ്ജക്റ്റീവ് ഓർ ഗോൾ ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് ഇറ്റ്. ആ ഒരു അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് മെത്തഡോളജി ഇത് സ്വീകരിക്കാൻ പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവിലേക്ക് എനിക്ക് എത്തണം, ഞാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തണം. സോ ഹൗ ക്യാൻ ബി അറ്റൈൻ ഇറ്റ് ഓർ ഹൗ ക്യാൻ ബി അച്ചീവ് ഇറ്റ്, which methodology can be used, അതിനെന്ത് മെത്തഡോളജി ഉപയോഗിക്കണം, അത് മാനേജ്മെന്റ് സ്വന്തമായിട്ട് മനസ്സിലാക്കണം. അതൊക്കെ അസംഷൻ ആണ്. അപ്പൊ ഇതൊക്കെ ഉണ്ടായാലും മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഈ അസംഷൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അതിനെക്കുറിച്ച്, ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കാൻ വേണ്ടി. ഓക്കെ, തേർഡ് പോയിന്റ് മനസ്സിലായല്ലോ. ഒരു ഒബ്ജക്റ്റീവ് ഗോള് ഉണ്ടായിരിക്കണം, അത് നേടിയെടുക്കണം. ക്ലിയർ? തേർഡ് പോയിന്റ് മനസ്സിലായോ? 3 പോയിന്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഒന്ന് വായിച്ചു നോക്കാം. 3 പോയിന്റ് അണ്ടർലൈൻ ഒന്നും ചെയ്യണ്ട, കാണാതൊന്നും പഠിക്കണ്ട. അത് ഒന്ന് അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് അസംഷൻസ് എന്ന്. ക്ലിയർ ആയോ? ഇവിടെ ആരെയും കാണുന്നില്ലേ? പോയോ എല്ലാവരും? ഓക്കെ, യെസ്. ആ 3 പോയിന്റ് മാത്രം ഒന്ന് വായിച്ചു നോക്ക്, അടുത്ത പേജിലേക്ക് ഒന്ന് കടക്കുന്നതിന് മുമ്പ്. യെസ്, കഴിഞ്ഞോ? ഓക്കെ, ഫോർത്ത് അസംഷൻ എന്താണെന്ന് നോക്കിയേ. 4ാമത്തെ അസംഷൻ എന്താണ്? There always exists a gap. ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എന്ത് ഗ്യാപ്പ് അവിടെ? അതായത് റിക്വയർഡ് പെർഫോമൻസും കപ്പാസിറ്റി ഓഫ് ദ ഇൻഡിവിജ്വലും. അതായത് ഇപ്പൊ ഞാനൊരു മാനേജറാണ്. ആ മാനേജ്മെന്റിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ എനിക്കൊരു കപ്പാസിറ്റി ഉണ്ട്, ഹൗ ടു മാനേജ് ദ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ, അല്ലെ? ഓർഗനൈസേഷനെ എങ്ങനെ നിയന്ത്രിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു കപ്പാസിറ്റി എനിക്കുണ്ട്. പക്ഷെ ആ കപ്പാസിറ്റി അല്ല റിക്വയർഡ് പെർഫോമൻസ്. എനിക്ക് എന്റെ പെർഫോമൻസ് ഇനിയും വളരാനുണ്ടെന്ന് മനസ്സിലായോ? കുറച്ചുകൂടി ഉണ്ട്. അവിടെ എപ്പോഴും ഒരു ഗ്യാപ്പ് അങ്ങനെ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര എഫിഷ്യന്റ് ആയിട്ടുള്ള അത്രയും ഇഫക്റ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റ് വരണമെങ്കിൽ എന്ത് വേണം? റിക്വയർഡ് പെർഫോമൻസ് ലെവലും എന്റെ കറക്റ്റ് കപ്പാസിറ്റിയും രണ്ടും ഈക്വൽ ആവണം. പക്ഷെ അങ്ങനെ ഒരു ഈക്വാലിറ്റി ഉണ്ടാവില്ല മിക്കപ്പോഴും. അതുകൊണ്ടാണ് മാനേജ്മെന്റ് പല രീതിയിലും ആ ഒരു ലെവലിലേക്ക് എപ്പോഴും എത്താൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് ചെയ്യുന്നത്, ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് അവർ കോമ്പീറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു ഓർഗനൈസേഷൻ വളരെയധികം വലിയ പ്രോഫിറ്റ് നേടുന്നു, സിമിലർ തന്നെ ബിസിനസ് ഉള്ള മറ്റൊരുവൻ താഴെ അടിഞ്ഞ് എപ്പോഴും നഷ്ടത്തില്, അല്ലെങ്കിൽ എന്താ പറയാ, അവരുടെ ഇറക്കിയ മുതൽ പോലും കിട്ടാൻ പറ്റാത്ത അവസ്ഥ, എംപ്ലോയീസിന് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരുണ്ടല്ലോ. അതായത് ഒരുപോലെയുള്ള ബിസിനസ്സുകാരെ മാത്രം നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ അവന്റെ ബിസിനസിന്റെ സ്ഥിതിയാണെന്ന് വിചാരിക്കാം. ഒരാള് ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നു, ആൻഡ് ആള് ഭയങ്കരമായിട്ട് വലിയ പ്രോഫിറ്റ്, ഓരോ വർഷവും അവര് പ്രോഫിറ്റ് നേടുന്നതിൽ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കാം.
അതേസമയം തന്നെ അതേ ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത പ്രദേശത്ത് അവിടെ വേറൊരു ഇതുപോലെയുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തന്നെയുണ്ട്. ഇതുപോലെ തന്നെ ഇത്രയും മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള ബിൽഡിങ്ങിൽ തന്നെ ഇത്രയും കൂടുതൽ എംപ്ലോയീസിനൊക്കെ വെച്ചിട്ട് അവിടെയും നടത്തുന്നു സിമിലർ ബിസിനസ് തന്നെ. പക്ഷേ അവർക്ക് ഒരു തരത്തിലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഒരാള് ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് നേടിക്കൊണ്ടിരിക്കുമ്പോ അവിടെ ഇറക്കിയ മുതലോ അല്ലെങ്കിൽ എംപ്ലോയീസിന് ജോലിക്ക് കൂലി കൊടുക്കാനോ ഒന്നും പറ്റാതെ പോലും അവരവിടെ കഴിയുന്നു. അപ്പൊ കണ്ടോ, അതെന്താ കാരണം? പല പോരായ്മകളും ഉള്ളതുകൊണ്ടാ. എംപ്ലോയീസിന്റെ പോരായ്മകളായിരിക്കാം, മാനേജ്മെന്റിന്റെ പോരായ്മകളായിരിക്കാം. ഓക്കെ, അപ്പൊ ഓരോ മാനേജ്മെന്റും they have to make their performance effective. അവരുടെ പെർഫോമൻസ് ഇഫക്റ്റീവ് ആക്കണം. എവിടെ എത്താനായിട്ട്? അവരുടെ റിക്വയർഡ് പെർഫോമൻസ് ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ഇടയ്ക്കൊക്കെ അങ്ങനെ ഗ്യാപ്സ് ഉണ്ടാവാറുണ്ട്. മാനേജ്മെന്റ് ഹാവ് ടു fill that particular gap if they get some opportunity and also if they get their opportunity for improvement. അവരുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി അവസരങ്ങൾ കിട്ടുമ്പോൾ എന്ത് ചെയ്തോളണം? ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നോക്കിക്കൊള്ളണം. എങ്ങനെ നമ്മൾ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ ഓരോ മാനേജ്മെന്റും ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു എക്സ്പീരിയൻസിലൂടെ. അതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്ത് പഠിച്ച് അവര് ആ റിക്വയർഡ് പെർഫോമൻസ് ലെവല് എത്തണം. സോ ദാറ്റ് ദ ഗ്യാപ്പ് വിൽ ബി ഫിൽഡ്. അപ്പൊ എന്ത് പറ്റും? ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് എന്താകുക? മാനേജ്മെന്റ് ഡെവലപ്ഡ് ആകുക. ക്ലിയർ ആയോ? ഫോർത്ത് പോയിന്റ് മനസ്സിലായോ? പഠിക്കാൻ എളുപ്പമുള്ള പോയിന്റ് ആണ്. റിക്വയർഡ് ലെവലിൽ നിന്ന് ലെവലിലേക്ക് കപ്പാസിറ്റിയിൽ നിന്ന് നമ്മൾ എത്തുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? പക്ഷേ in every organization the growth is hindered by some stress and strains. ഏത് ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ബിസിനസ് എന്ന് പറയുന്നത് റിസ്ക് ഫാക്ടർ ഭയങ്കര അധികം കൂടുതലുള്ളതാണ് അല്ലെ. ഒരുപാട് റിസ്ക് ഫാക്ടർ ഉള്ള ഒരു കാര്യമാണ് ബിസിനസ്. എന്നാൽ അതേസമയം തന്നെ അറ്റ് ദ സെയിം ടൈം ബിസിനസ് എന്ന് പറയുന്നത് ഗിവ്സ് എന്താ പറയാ സഡൻ റിട്ടേൺ. പെട്ടെന്ന് നമുക്ക് റിട്ടേൺ തരാൻ കഴിവുള്ളതും ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ബിസിനസ്. രണ്ടുമുണ്ട് അല്ലെ. സെയിം ടൈം ഒരു പോസിറ്റീവും നെഗറ്റീവും കാര്യം ഉള്ള ഒരു കാര്യമാണ് ബിസിനസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയ വളരെ പെട്ടെന്ന് അല്ലെ ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണ് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരു ജോലിക്കാരനാണ് വിചാരിക്കുക. ഓക്കെ, നമുക്ക് ഒരു എന്താ പറയാ എക്സ്പെക്ടേഷൻ ഉണ്ട്. നമുക്ക് മാസത്തിന്റെ തുടക്കം അല്ലെങ്കിൽ മാസത്തിന്റെ അവസാനം നമുക്ക് ഇത്ര രൂപ സാലറി കിട്ടും. അതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ അല്ലെ, പ്രതീക്ഷ. അതല്ലേ ഇത്ര രൂപ കിട്ടും. 20,000 ആണെങ്കിൽ 20,000, 50,000 ആണെങ്കിൽ 50,000. എവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫിക്സഡ് സാലറി ഇന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ അതനുസരിച്ച് നമ്മുടെ ചെലവുകളൊക്കെ ഇങ്ങനെ നോക്കി വെക്കും. എന്തൊക്കെ എടുക്കണം, ഏതൊക്കെ കാര്യത്തിന് വേണ്ടി അത് സ്പെൻഡ് ചെയ്യണം, എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത്, ഈ മാസം എനിക്ക് ഇന്നൊരു പ്രത്യേക കാര്യം ചെയ്യാനുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാൽക്കുലേഷൻ ഒക്കെ കയ്യിൽ കാശ് കിട്ടുന്നതിന് മുമ്പ് ഇവിടെ കണക്കൂട്ടലുകൾ നമ്മൾ നടത്തില്ലേ? അങ്ങനെയല്ലേ ചെയ്യാം? ഞങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അതേസമയം ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവണോ വേണോന്നില്ല പെട്ടെന്ന്. കാരണം ഇത് ഓർഗനൈസേഷന് അത് എന്താ പറയാ, ചിലപ്പോ ഒരു ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ചിലപ്പോ കഴിഞ്ഞ മാസം ഉണ്ടാകുന്നതിന്റെ ഇരട്ടി പ്രോഫിറ്റ് അടുത്ത മാസം ഉണ്ടാക്കാം ബിസിനസ്സുകാരന്. അതാണ് ഇന്ന് കൂടുതലും ആളുകൾ ഈ ബിസിനസ്സിലേക്ക് തിരിയാനുള്ള കാരണം. ബിസിനസ് ബ്രിങ്സ് സഡൻ പ്രോഫിറ്റ്, പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ തലകീഴെ പോകാട്ടോ, നെഗറ്റീവ് ഇഫക്റ്റും വരാം. കാരണം എന്താ? അതാണ് നേരത്തെ പറഞ്ഞ ചില പോരായ്മകൾ, മാനേജ്മെന്റിന്റെ പോരായ്മകൾ, എംപ്ലോയീസിന്റെ പോരായ്മകൾ, ഓക്കെ, കസ്റ്റമേഴ്സിനോടുള്ള ഡീലിങ്സ്, ഇങ്ങനെ പല ഫാക്ടേഴ്സും എന്താ പറയാ ഓർഗനൈസേഷനെ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കും, ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ ചലഞ്ചസിനെയൊക്കെ ഫേസ് ചെയ്ത് ഓവർകം ചെയ്ത് അതിനെ മറികടന്ന് നല്ല രീതിയിൽ ചെയ്യുമ്പോഴാണ് എന്താകുക, ബിസിനസ് വളരുകയും അതനുസരിച്ച് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുകയും ചെയ്യാം. ഓക്കെ, പക്ഷെ അങ്ങനെ വരുമ്പോഴും അതിന്റെ ഇടയിലൊക്കെ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിൻസും ഒക്കെ ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ഡെവലപ്മെന്റുകൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നടക്കുക ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണെങ്കിലും, അതായത് എന്താ പറയാ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്ക് എന്താ പറയാ ഡെവലപ്മെന്റിന് തടസ്സമാകുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറയുന്നത്, ചില സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ്. അത് ഒഴിവാക്കിയാലും മാത്രമാണ്, അല്ലെങ്കിൽ അതിനെയൊക്കെ ഫേസ് ചെയ്ത് നമ്മൾ ഡെവലപ്ഡ് ആകാൻ പറ്റുള്ളൂ. അതിനെയൊക്കെ ഓവർകം ചെയ്ത്. അല്ലാണ്ട് അത് വരുമ്പോ ഇതേട്ടാ ഞാൻ ബിസിനസ് ചെയ്യുന്നില്ല, നിർത്തുന്നു, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് നമ്മളവിടെ ഗിവപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാലോ അത് അങ്ങനെ പോകും. അല്ലാതെ അവിടെ നമ്മൾ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. പിന്നെ ഫേസ് ചെയ്ത് ചലഞ്ച് ചെയ്ത് കോമ്പീറ്റ് ചെയ്തൊക്കെ മുന്നേറുന്നവരാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്ഡ് ആകുക. ഓക്കെ, അപ്പൊ അത് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ആ ഡെവലപ്മെന്റ് വളരെ അത്യാവശ്യമാണ്. ഇൻസ്പൈറ്റ് ഓഫ് ദ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ്, ഈ പറയുന്ന ഇത്തരം സ്ട്രെസ്സും സ്ട്രെയിൻസിനെയൊക്കെ ഓവർകം ചെയ്ത് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡെവലപ്ഡ് ആകേണ്ടത്. ഓക്കെ, then the next one, അഞ്ചാമത്തെ കഴിഞ്ഞു. ആറാമത്തേതാണ് എക്സിക്യൂട്ടീവ് റിക്വയർസ് ഡെവലപ്മെന്റ്
ത്രൂ ഔട്ട് ഹിസ് ലൈഫ് വർക്ക്. ഒരു മാനേജ്മെന്റിനോ എക്സിക്യൂട്ടീവ്സിനോ അല്ലെങ്കിൽ ദേ ബിക്കംസ് ഡെവലപ്ഡ്, അവര് ഡെവലപ്ഡ് ആകുന്നത് ത്രൂ ഔട്ട് ദെയർ ലൈഫാണ്. ലൈഫിന്റെ വർക്ക് ലൈഫ്, ജോലി സ്ഥലത്ത് ആ ഒരു കാലഘട്ടം എത്രത്തോളം അവിടെ ഉണ്ടോ അതുവരെയും അവരിങ്ങനെ ഇങ്ങനെ ആർജിച്ചുകൊണ്ടേയിരിക്കും. ആൻഡ് ഓൾസോ അവരുടെ പ്രൊഫഷണൽ കരിയർ ഒക്കെ ഇങ്ങനെ ഡെവലപ്ഡ് ആകും. ആ പ്രൊഫഷണൽ കരിയറിൽ വർക്ക് ലൈഫിലാണ് they gain or acquire their development അവര് സാധ്യമാകുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നെവർ എൻഡിങ് ആക്ടിവിറ്റി. എന്തല്ല, പെട്ടെന്ന് നിന്ന് പോകുന്ന ഒരു ആക്ടിവിറ്റി അല്ല. ആ കരിയറിൽ ഫുള്ളും അവർക്ക് ആ ഡെവലപ്മെന്റ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതേസമയം ട്രെയിനിങ് അങ്ങനെയല്ലല്ലോ. എംപ്ലോയീസിനോട് ട്രെയിനിങ് ഓരോ പെർട്ടിക്കുലർ സിറ്റുവേഷൻ, ഒരു ഫിക്സഡ് ടൈമാണ്. ഫിക്സഡ് ടൈം കഴിയുമ്പോൾ ട്രെയിനിങ് തീർന്നു, അടുത്തത്. പക്ഷെ ഇവിടെ നമ്മള് മാനേജ്മെന്റിന്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു വർക്ക് ലൈഫ് അത് പ്രൊസീജിയർ ആണ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കരിയർ ത്രൂ ഔട്ട് ഉള്ള ഒരു പ്രൊസീജിയർ ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പറയുന്നത് നെവർ എൻഡിങ് ആക്ടിവിറ്റി എന്നാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ 6th പോയിന്റ്? Okay, and the last one, growth cannot occur without involvement and participation. ഇനി വളർച്ച സാധ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണം? മാനേജ്മെന്റ് അതിലേക്ക് ഇൻവോൾവ്ഡ് ആകണം. എന്താ പറയാ, ഡെവലപ്മെന്റ് ഗ്രോത്ത് കിട്ടണമെന്ന് അതിലേക്ക് ഇൻവോൾവ്ഡ് ആകണം, അതിനകത്തേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓരോ ആക്ടിവിറ്റീസിലും ഓർഗനൈസേഷനിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ എല്ലാത്തിലും തന്റെ പാർട്ടിസിപ്പേഷൻ കാണിക്കണം, എല്ലാത്തിലും തന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകണം, എല്ലാ കാര്യവും തന്നിലൂടെ കടന്നു പോകണം. അപ്പോഴാണ്, അല്ലാണ്ട് പകുതി കാര്യം ഓർഗനൈസേഷനിൽ നടക്കുന്നത് മാനേജ്മെന്റ് അറിയുന്നില്ല, അങ്ങനെയുള്ളവർക്ക് തന്നെ നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവില്ല അല്ലെ. ഓൾ ദ തിങ്സ്. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേഷൻ ആളുകളിലേക്ക് എത്തിക്കുക, അവരിൽ നിന്ന് നമ്മൾ അറിയേണ്ട ഫീഡ്ബാക്കുകളൊക്കെ നമ്മൾ മറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെ ഇൻവോൾവ്ഡ് ആകണം എല്ലാ ഓർഗനൈസേഷന്റെ എല്ലാ ആക്ടിവിറ്റീസും. അപ്പോഴാണ് ഗ്രോത്ത് ഉണ്ടാകുക. ഓക്കെ, അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഗ്രോത്ത് കനോട്ട് ഒക്കർ വിത്തൗട്ട് ഇൻവോൾവ്മെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ അസ്യൂം ചെയ്യേണ്ടതാണ് വൈൽ സ്റ്റഡിങ് ദ കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ആശയത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില അസംഷൻസ് അതുകൂടി നമ്മൾ മനസ്സിൽ ഉണ്ടായിരിക്കണം. അസംഷൻസ് വായിച്ച് നോക്കി നന്നായി മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് കടന്നോട്ടെ. ഒരു കുഞ്ഞു ഭാഗം കൂടി വേണമെങ്കിൽ പറയാനുള്ള സമയമുണ്ട്. പെർഫോമൻസ് മാനേജ്മെന്റ് ആണ് അടുത്തത്. പെർഫോമൻസ് മാനേജ്മെന്റ് എന്തായിരിക്കും? It's the management tool that helps the managers observe and analyze the employees' work. അതന്നെ എംപ്ലോയീസിന്റെ ജോലി, അവർ ചെയ്യുന്ന ജോലികള് എത്രത്തോളം ഉണ്ട് അത് മനസ്സിലാക്കുക, ഒബ്സർവ് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക എന്നുള്ളത് ചെയ്യാൻ വേണ്ടി മാനേജേഴ്സിനെ സഹായിക്കുന്ന ഒരു മാനേജ്മെന്റിന്റെ ഉപാധിയാണ്. ഉപാധി എന്ന് പറഞ്ഞ ടൂൾ, ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സാധനം അല്ലെ, വസ്തു എന്ന് പറയാം അല്ലെ. അപ്പൊ മാനേജ്മെന്റിന്റെ ഒരു ടൂളാണ്, ഒരു ഉപാധിയാണ്. എന്ത് മനസ്സിലാക്കാനുള്ളത്? എംപ്ലോയീസിന്റെ വർക്ക് അനലൈസ് ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള മാനേജ്മെന്റിന്റെ ടൂളിനെയാണ് നമ്മള് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ഞാൻ എത്ര ജോലി ചെയ്യുന്നുണ്ട്, എന്റെ പെർഫോമൻസ് എന്താണ്, അത് എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം, കാണണം, നിരീക്ഷിച്ച് മനസ്സിലാക്കി അനലൈസ് ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂള്, അതിനെന്തെങ്കിലും ഉപാധി ഉണ്ടായിരിക്കും മാനേജ്മെന്റിന്. ആ ടൂളിനെയാണ് നമ്മൾ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയാം. പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് എൻവയോൺമെന്റ് വേർ ദ പീപ്പിൾ ക്യാൻ പെർഫോം ദെയർ ബെസ്റ്റ് യൂസിംഗ് ദെയർ എബിലിറ്റീസ് ടു അക്വയർ ഹൈ ക്വാളിറ്റി വർക്ക് ആൻഡ് ഓൾസോ മോസ്റ്റ് എഫിഷ്യന്റ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി. ഒരു ഓർഗനൈസേഷന്റെ ജോലി, അവിടെ ഓരോ എംപ്ലോയീസിനും കൊടുത്തിരിക്കുന്ന ജോലി വളരെ എഫിഷ്യന്റ് ആയിട്ട്, വളരെ ഇഫക്റ്റീവ് ആയിട്ട്, ഹൈ ക്വാളിറ്റി വർക്ക് ആയിട്ട് തരുന്നുണ്ടോ എംപ്ലോയീസ്, അത് മനസ്സിലാക്കുക, അത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ കഴിവുകൾ, ബെസ്റ്റ് ആയിട്ടുള്ള കഴിവുകൾ എങ്ങനെയൊക്കെ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെ ഒരു എൻവയോൺമെന്റ് ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എനിക്ക് ഇവിടെ ജോലി നന്നായി ചെയ്യണമെങ്കിൽ എന്ത് വേണം? എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഇവിടെ എന്താ പറയാ ചെയ്തു തരണം. എന്ന് വെച്ചാൽ എനിക്ക് വർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ ഒരുക്കണം അല്ലെ. എന്നാലല്ലേ നമുക്ക് ഒരു വർക്കിംഗ് കണ്ടീഷൻസ് നല്ലതല്ല, ഫേവറബിൾ അല്ല, അനുകൂലമായിട്ടുള്ള ഫേവറബിൾ വർക്കിംഗ് കണ്ടീഷൻസ് അല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല കംഫർട്ടബിൾ ആയിട്ട് അല്ലെ. എനിക്ക് എന്റെ നല്ല രീതിയിൽ ഞാൻ ചെയ്യുന്ന ജോലി വ്യക്തമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ഷുഡ് ബി കംഫർട്ടബിൾ, എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കണം ടു ദ വർക്കിംഗ് കണ്ടീഷൻസ്. എന്റെ വർക്കിംഗ് കണ്ടീഷൻസിന് എനിക്ക് സ്യൂട്ടബിൾ ആയിരിക്കണം അല്ലെ. അങ്ങനെയുള്ളത് അടുത്ത് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റും. അതല്ല എങ്കിലോ
എന്താ പറയാ ജോലിക്കാർ തമ്മിൽ എംപ്ലോയീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര വഴക്കും ബഹളമൊക്കെ, അല്ലെങ്കിൽ നമുക്കൊരു നല്ല ഇരുന്ന് നമുക്ക് ജോലി ചെയ്യാനുള്ള നമുക്കൊരു നല്ല സ്ഥലവും ഇല്ല, അല്ലെങ്കിൽ ഒരു കാറ്റും വെളിച്ചവും ഇല്ല, അല്ലെ, അതുപോലെ ഇങ്ങനെയുള്ള ഇത്തരം സർക്കംസ്റ്റാൻസസ് ഒക്കെ എംപ്ലോയീസിനെ എന്താകും, കൂടുതൽ ഇറിറ്റേറ്റഡ് ആകും. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കുക, ഒരു നല്ല എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് ക്വാളിറ്റി വർക്ക് ആളുകളിൽ നിന്ന് എടുക്കുക, ഇഫക്റ്റീവ് എഫിഷ്യൻസി ആയിട്ട് അവർക്ക് ജോലി ചെയ്യുക, അതിനുവേണ്ടി ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. അതാണ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം, ലക്ഷ്യമാണ്. പെർഫോമൻസ് മാനേജ്മെന്റിന്റെ എയിം ആണ് പറഞ്ഞിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യണം ആ 2 സെന്റൻസും. ഓക്കെ, 2 സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂൾ that helps the managers observe and analyze employees' work. എംപ്ലോയീസിന്റെ വർക്കുകളെ നിരീക്ഷിക്കുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടി മാനേജേഴ്സിനെ സഹായിക്കുന്ന ഒരു മാനേജ്മെന്റ് ടൂൾ ആണ് പെർഫോമൻസ് മാനേജ്മെന്റ്. അണ്ടർലൈൻ ചെയ്യുക. സെക്കൻഡ് സെന്റൻസ് ഓൾസോ, പെർഫോമൻസ് മാനേജ്മെന്റ് എയിം, പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ലക്ഷ്യം ഈസ് ടു ക്രിയേറ്റ് ആൻ എൻവയോൺമെന്റ്, എന്തുണ്ടാക്കുക, ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക. എങ്ങനെയുള്ള അന്തരീക്ഷം? വേർ പീപ്പിൾ ക്യാൻ പെർഫോം ടു ഡു ദ ബെസ്റ്റ് ഓഫ് ദെയർ എബിലിറ്റീസ്. ഓരോ എംപ്ലോയീസിനും അവരവരുടെ എബിലിറ്റീസ്, കഴിവിനനുസരിച്ച് ഓരോ ജോലികളും പെർഫോം ചെയ്യാനും, അങ്ങനെ ടു പ്രൊഡ്യൂസ് ദ ഹൈയസ്റ്റ് ക്വാളിറ്റി വർക്ക്, നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി വർക്ക് മോസ്റ്റ് ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ്ലി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനും അവരെ എന്താക്കുക, എംപ്ലോയീസിനെ സാധ്യമാക്കുക, അവർക്ക് ജോലി ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ടാക്കി കൊടുക്കുക. അതാണ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ എയിം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ 2 സെന്റൻസും? എനി ഡൗട്ട്സ്? ക്ലിയർ ആയോ? Then so പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം, ഇങ്ങനെയുള്ള പെർഫോമൻസ് മാനേജ്മെന്റുള്ള പ്രോഗ്രാം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഹെൽപ്സ് ദ മാനേജേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എംപ്ലോയീസിന്റെ വർക്കൊക്കെ ഒബ്സർവ് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക. അത് ചെയ്യുമ്പോൾ എംപ്ലോയീസിനെ കുറിച്ചിട്ട് അവരെ കുറിച്ച് എന്താ പറയാ കാണാനും, അവരെ കാണാൻ ഐ ടു ഐ അവരെ ഫേസ് ചെയ്യാനും, അതുപോലെ തന്നെ അവരുടെ എക്സ്പെക്ടേഷൻസ്, അവരുടെ ഗോൾസ്, അവരുടെ കരിയർ പ്രോഗ്രസ്, ഇതൊക്കെ മനസ്സിലാക്കാൻ മാനേജ്മെന്റിന് സാധിക്കും. ഓരോ എംപ്ലോയീസിനെയും ഫേസ് ടു ഫേസ് കാണാൻ പറ്റും. അവരുടെ എക്സ്പെക്ടേഷൻസ്, അവരുടെ കരിയർ ഗ്രോത്ത്, കരിയർ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ കരിയർ ഗ്രോത്ത്, അതുപോലെ തന്നെ അവരുടെ ഗോൾസ്, ഇതൊക്കെ മനസ്സിലാക്കാനും, ആൻഡ് ഓൾസോ they can find or vision the company's overall vision, അതായത് കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒരു അവലോകനം കൂടി മാനേജ്മെന്റിന് നടത്താൻ സാധിക്കും. അപ്പൊ അതും പെർഫോമൻസ് മാനേജ്മെന്റ് കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അങ്ങനെ നടത്താൻ പറ്റും. കാരണം എപ്പോഴും അവരുടെ എംപ്ലോയീസിനെ പെർഫോമൻസ് ഒബ്സർവ് ചെയ്യുന്നു, അവരെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ മേലെ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കും. അപ്പൊ അവരുടെ പെർഫോമൻസ് ഡൗൺ ആയി പോകൂല മിക്കവാറും. കാരണം എന്താ? കാരണം എപ്പോഴും നമ്മളെ നിരീക്ഷിക്കാൻ മാനേജ്മെന്റ് കൂടെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പോരായ്മകൾ വരുത്തിയാൽ, നമ്മുടെ ഔട്ട്പുട്ട്, നമ്മൾ കൊടുക്കുന്ന റിസൾട്ട് മോശമായി കഴിഞ്ഞാൽ മാനേജ്മെന്റ് അതിനെതിരെ ആക്ഷൻ എടുക്കും. അതൊക്കെ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടാവും, അല്ലെ? നമുക്ക് അങ്ങനെ ഒരു ഇത് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് വി വിൽ പെർഫോം ബെറ്റർ ആൻഡ് ബെറ്റർ ഡേ ബൈ ഡേ. ഓരോ ദിവസം ചെല്ലുമ്പോൾ നമ്മുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്തായിരിക്കും വരിക. അപ്പൊ അങ്ങനെ ഒരു പാളിച്ച വരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കില്ല. ഓക്കെ, അപ്പൊ ദർ വിൽ ബി എന്താ പറയാ ക്ലോസ് കോൺടാക്ട് വിത്ത് ദ എംപ്ലോയീസ്. എംപ്ലോയേഴ്സിന് അല്ലെങ്കിൽ മാനേജ്മെന്റിന് ഒരു ക്ലോസ് കോൺടാക്ട് എംപ്ലോയീസുമായിട്ട് ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ദേ ക്യാൻ ഫീൽ ദ എക്സ്പെക്ടേഷൻസ്, ദ ഗോൾസ് ആൻഡ് ഓൾസോ ദ കരിയർ ഡെവലപ്മെന്റ് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ കരിയർ ഡെവലപ്മെന്റ്, അവരുടെ ഗോൾസ് ഒക്കെ അറിയാൻ പറ്റും. ഓക്കെ, പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് വ്യൂസ് ദ ഇൻഡിവിജ്വൽസ് ആൻഡ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ബോർഡർ വർക്ക് പ്ലേസ് സിസ്റ്റം. എന്ന് വെച്ചാൽ എന്താ, വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി സ്ഥലം, ചെയ്യുന്ന സ്ഥലം, അവിടെ ഉള്ള എന്താ പറയാ അവരുടെ ആ ഒരു വർക്ക് ചെയ്യുന്ന ഏരിയയും അതുപോലെ തന്നെ എംപ്ലോയീസും അവരുടെയൊക്കെ തമ്മിലുള്ള അവരുടെ വ്യൂസ്, കാഴ്ചപ്പാടും ഒക്കെ മനസ്സിലാക്കാനായിട്ട് പെർഫോമൻസ് മാനേജ്മെന്റ് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ ഫസ്റ്റ് സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് മാത്രം. ഫോർമൽ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം enables managers and employees to see eye to eye about expectations, goals and career progress. അവിടെ വരെ മതി, കരിയർ പ്രോഗ്രസ് വരെ മതി. സെന്റൻസിന്റെ പകുതി ഭാഗമുള്ളൂ, ബാക്കി വേണ്ട. ആ 2 കുഞ്ഞു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ.
കഴിഞ്ഞില്ലേ? സോ നെക്സ്റ്റ് അടുത്ത ടോപ്പിക് കോൺസെപ്റ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ്. പെർഫോമൻസ് മാനേജ്മെന്റിന്റെ കോൺസെപ്റ്റും അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്തത് കോൺസെപ്റ്റ് ആണ് ആദ്യം. നമുക്കറിയാം ഇതെന്ന് പറയുന്നത് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ് അല്ലെ? തീർച്ചയായിട്ടും അല്ലെ? ആലോചിച്ച് നോക്കിയ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലേ? എന്ന് വെച്ചാൽ എംപ്ലോയീസിനെ ഒബ്സർവ് ചെയ്യുക, അവരെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് മാറ്റങ്ങൾ, അതായത് ഇപ്പൊ അവരുടെ പെർഫോമൻസ് ലെവൽ ചിലപ്പോൾ ഡൗൺ ആയിപ്പോയി അവരെ കറക്റ്റ് ചെയ്യുക അല്ലെ? അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. സോ ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തന്നെയാണ് അത് എന്ന് പറയുന്നത് പെർഫോമൻസ് മാനേജ്മെന്റ്. സോ ആസ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇറ്റ് ഈസ് ഡിസൈൻ, ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് ഫ്രെയിം ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു അസിസ്റ്റ് ദ എംപ്ലോയീസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? എംപ്ലോയീസിനെ അസിസ്റ്റ് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യാൻ. എന്തിന് ഹെൽപ്പ് ചെയ്യാൻ? ഫോർ സക്സീഡിങ്, അതായത് വിജയത്തിലേക്ക് വേണ്ടിയിട്ടാണ്. അവര് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടാണ്, അങ്ങോട്ട് പോകാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ല. അപ്പൊ എംപ്ലോയീസിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് അല്ലെങ്കിൽ മുൻനിരകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഒരു പെർഫോമൻസ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പെർഫോമൻസ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ അവിടെ എംപ്ലോയീസിനെയൊക്കെ ഒബ്സർവ് ചെയ്യുന്നു, അവരുടെ പെർഫോമൻസ് വിലയിരുത്തുന്നു. And if there is any corrections to be made, എന്തെങ്കിലും corrections ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് അങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായി കുറച്ചുകൂടി മുന്നിലേക്ക് വരുന്നു. നമ്മളുടെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് വരുമ്പോഴാണ് നമ്മൾ വിജയികളാവുന്നത്. അല്ലാണ്ട് തെറ്റിലിരുന്നോണ്ട് പിറകോട്ട് പോകുമ്പോൾ വിജയി ആവുന്നില്ല. ഓക്കെ, തെറ്റ് തിരുത്തി നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഒരു സക്സസിലേക്ക് നമ്മളെ സക്സീഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇതെന്ന് പറയുമ്പോൾ അത് വെറും ഒരു എന്താ പറയാ നേതൃത്വ വൈക്കൽ ഇങ്ങനെ ഡിറക്ട് ചെയ്തുകൊണ്ടിരിക്കുക മാത്രമല്ല, ഇവ എംപ്ലോയീസിനെ ഇങ്ങോട്ട് അങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് ആ ഉടുത്ത് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല മാനേജേഴ്സും സൂപ്പർവൈസേഴ്സും ചെയ്യുന്നത്. പിന്നെന്താണ്? റിക്വസ്റ്റ് ആക്റ്റീവ് ഇൻവോൾവ്മെന്റ്. അതായത് എംപ്ലോയീസിനോട് കൂടുതൽ ഇൻവോൾവ്ഡ് ആകാനായിട്ട് എംപ്ലോയീസും സൂപ്പർവൈസേഴ്സും മാനേജ്മെന്റും കൂടി കൂടുതൽ ഒരുമിച്ച് ഇൻവോൾവ്ഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് കൂടിയാണ് ഇതിന്റെ ഉദ്ദേശം പെർഫോമൻസ് മാനേജ്മെന്റിന്റെ. അപ്പൊ പെർഫോമൻസ് മാനേജ്മെന്റ് നടത്തുമ്പോൾ എംപ്ലോയീസ് പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാനേജ്മെന്റിന്റെയും, അത് മാനേജ്മെന്റ് നേരിട്ട് സൂപ്പർവൈസേഴ്സിനെ കൊണ്ടായിരിക്കും നോക്കുക, അനലൈസ് ചെയ്യുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ എടുക്കുന്നത് ചിലപ്പോൾ മാനേജ്മെന്റ് ആണ്. അപ്പൊ അവരെല്ലാവരും തമ്മിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഇറ്റ് ഈസ് വെരി നെസസറി ഇൻ പെർഫോമൻസ് മാനേജ്മെന്റ്. അതാണ് അതിന്റെ കോൺസെപ്റ്റ്. അപ്പൊ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് പെർഫോമൻസ് മാനേജ്മെന്റിൽ എന്ത് active participation of the employees, managers and also supervisors. Okay, ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഏതാണ്? as a communication system it is designed. ഇറ്റ് മാറ്റി അവിടെ നമ്മൾ എന്ത് വായിച്ചോളണം? പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് ഡിസൈൻഡ് എന്നാക്കണം കേട്ടോ. ഇറ്റും പകരം അവിടെ പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് ഡിസൈൻഡ് ടു അസിസ്റ്റ് എംപ്ലോയീസ് ഇൻ സക്സീഡിങ്. ഇറ്റ് മാറ്റി പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് തന്നെ വായിച്ചു പഠിക്കണം. ഓക്കെ, അടുത്ത സെന്റൻസിലും അങ്ങനെ തന്നെ. ഇറ്റ് നോട്ട് ജസ്റ്റ് എന്നാണ്, ഇറ്റ് അല്ല. പെർഫോമൻസ് മാനേജ്മെന്റ് നോട്ട് ജസ്റ്റ് റിക്വയർസ് ഡയറക്ഷൻ ഫ്രം ദ എൻഡ് ഓഫ് മാനേജേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ബട്ട് ഓൾസോ റിക്വയർസ് ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് വളരെ അത്യാവശ്യമാണ്. രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. പക്ഷെ രണ്ടിലെയും ഇറ്റിന് പകരം അവിടെ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് ചേർത്ത് വേണം നിങ്ങൾ വായിച്ചു പഠിക്കാൻ. ഓക്കെ, പറയുന്നത് മനസ്സിലായില്ലേ? ആൻഡ് അപ്പോ ഈ പെർഫോമൻസ് മാനേജ്മെന്റിലൂടെ ഇറ്റ് മേക്സ് ദ എംപ്ലോയീസ് ഇൻഫോംഡ് അബൌട്ട് ദെയർ കീ ജോബ് ഫങ്ഷൻസ്. അതായത് എംപ്ലോയീസിനെ ഇതിലൂടെ ഈ പെർഫോമൻസ് മാനേജ്മെന്റിലൂടെ മാനേജ്മെന്റ് എന്ത് ചെയ്യാണ്? അവരെ ഇൻഫോം ചെയ്യാണ് അവരുടെ പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ ജോബുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച്. എന്താണ് അവരുടെ ജോബ് പ്രവർത്തനങ്ങളെ കുറിച്ച്? അവെയർ ഓഫ് ദ പെർഫോമൻസ് ലെവൽ. നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇത്രയും പെർഫോമൻസ് ലെവൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം? അതിൽ നിന്ന് അവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ, അവരുടെ പെർഫോമൻസുകളുടെ ഫീഡ്ബാക്കുകൾ കിട്ടണം. അതുപോലെ തന്നെ അവരുടെ ട്രെയിനിങ് പ്രോഗ്രാംസ്, അവരുടെ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് അതൊക്കെ എപ്പോഴാണ്? അങ്ങനെയുള്ള കാര്യങ്ങള്. റേറ്റിംഗ് ഓഫ് ദയർ പെർഫോമൻസ്, അവരുടെ പെർഫോമൻസിനെ കുറിച്ചിട്ടുള്ള ഒരു റേറ്റിംഗ്. ഇനി ആ പെർഫോമൻസ് റേറ്റിംഗ് നോക്കിയിട്ട് അതനുസരിച്ച് വാട്ട് റിവാർഡ് ഷുഡ് ബി പ്രൊവൈഡഡ്, അതിനുള്ള ഒരു പ്രതിഫലം, ഒരു റിവാർഡ് കൊടുക്കുക.
ഓക്കെ, അതൊരു എന്താ പറയാ ഫെയർ മാനറിൽ വളരെ ന്യായമായ രീതിയിലുള്ള റിവാർഡ് കൊടുക്കുക. ഇതൊക്കെ എന്താ പറയാ ഈ പറയുന്ന കീ ജോബ് ഫങ്ഷൻസിനെ കുറിച്ചിട്ട് എംപ്ലോയീസിനോട് ഇൻഫോം ചെയ്യുന്നത് ആണ് എന്ന് പറയുന്നത് നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റ്. മാനേജ് ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളും അവരോട് ഡിസ്ക്ലോസ് ചെയ്യണം. ഇവരിൽ നിന്ന് നിങ്ങളിൽ നിന്ന് നമ്മൾ ഇത്രയാണ് പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ആ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുന്നു. ആൻഡ് അതനുസരിച്ച് റേറ്റ് ചെയ്യുമ്പോൾ എംപ്ലോയീസ് ഓരോരുത്തരും ഓരോ ലെവൽ അവരുടെ എത്രയൊക്കെയാണ് അല്ലെ. അത് കഴിഞ്ഞിട്ട് അതനുസരിച്ചുള്ള റിവാർഡുകൾ ന്യായമായ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷുഡ് ബി ഇൻഫോംഡ് ടു ദ എംപ്ലോയീസ്. ഇതെല്ലാം എംപ്ലോയീസിനെ ഇൻഫോം ചെയ്യുക എന്നുള്ളത് ഉറപ്പുവരുത്തലാണ് പെർഫോമൻസ് മാനേജ്മെന്റ്. ആ ഒരു സെന്റൻസ് നീണ്ട സെന്റൻസ് ആണ്, പക്ഷെ എങ്കിലും അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. എന്നിട്ട് ആ 2 കുഞ്ഞു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് 2 കുഞ്ഞു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ കോൺസെപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. പെർഫോമൻസ് മാനേജ്മെന്റിന്റെ കോൺസെപ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. കോൺസെപ്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ്. എന്താണ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ? അതായത് രണ്ടാമത് പ്രധാനമായിട്ടും ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് ടു എൻഷുർ ദ ഓർഗനൈസേഷൻ ആസ് എ സിസ്റ്റം ആൻഡ് സബ് സിസ്റ്റം വിച്ച് വർക്ക്സ് ടുഗദർ. അതായത് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ സിസ്റ്റവും അതിന്റെ അകത്തുള്ള കുറെ സബ് സിസ്റ്റംസ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ, യൂണിറ്റുകളൊക്കെ, ഇതെല്ലാം കോർഡിനേറ്റ്ലി വർക്ക് ചെയ്യാണ്. ഇന്റഗ്രേറ്റഡ് വർക്കിംഗ് ആണ്. അവിടെ എല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഫോർ ദ ഒപ്റ്റിമം റിസൾട്ട്സ്. എന്തിനു വേണ്ടിയിട്ട്? മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഓരോ സബ് യൂണിറ്റുകളും സബ് സിസ്റ്റംസും വലിയ സിസ്റ്റത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നാണ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ സെന്റൻസ് ആണത്. ഓക്കെ, ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട എയിം, ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്ന് പറയുന്നത് ദ സിസ്റ്റം എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് സബ് സിസ്റ്റംസ്, അതിന്റെ ഉള്ളിലുള്ള ഓരോ യൂണിറ്റുകൾ, ഡിപ്പാർട്ട്മെന്റുകൾ, അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഓരോ യൂണിറ്റുകളും ഡിപ്പാർട്ട്മെന്റും വർക്ക്സ് ഇന്റഗ്രേറ്റഡ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമിച്ച് പ്രവർത്തിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഫോർ അറ്റൈനിങ് ഒപ്റ്റിമം റിസൾട്ട്സ് ഓർ ഔട്ട്കം. എന്താണ്? നല്ലൊരു മാക്സിമം റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ യൂണിറ്റുകളും ഓർഗനൈസേഷൻ എന്ന് പറയുന്ന വലിയ സിസ്റ്റത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നാണ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, പ്രധാന ലക്ഷ്യം അതാണ്. ഇനി അതിന്റെ പ്രധാനമായിട്ടുള്ള മറ്റ് ലക്ഷ്യങ്ങൾ താഴെ പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പോയിന്റ് വൈസുള്ള എന്താ പറയാ ഒബ്ജക്റ്റീവ്സ് നമുക്ക് അടുത്ത ദിവസം പറയാം. അതിന് മുമ്പ് ഈ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ്, ആ ഒരു സെന്റൻസ് ഉള്ളൂ ഒബ്ജക്റ്റീവ്സിന്റെ കീഴിൽ വന്നേക്കുന്ന ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ബാക്കി വരുന്ന ഒബ്ജക്റ്റീവ്സ് ഇനിയും ഉണ്ട്. ഒരുപാട് ലക്ഷ്യങ്ങൾ. പെർഫോമൻസ് മാനേജ്മെന്റിന്റെ മെയിൻ ലക്ഷ്യം അതാണ് പറഞ്ഞത്. ഏതാ? ആ വലിയ ഓർഗനൈസേഷൻ അതിന്റെ ഒപ്പം ഉള്ള കുഞ്ഞു കുഞ്ഞു സബ് യൂണിറ്റുകൾ, അതിനകത്തുള്ള ഓരോ സബ് യൂണിറ്റുകളും ഇന്റഗ്രേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുക, ഒരുമിച്ച് പ്രവർത്തിച്ച് ഫോർ ദ ഒപ്റ്റിമം റിസൾട്ട്, മാക്സിമം റിസൾട്ട്, ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ മാക്സിമം റിസൾട്ട് ഉണ്ടാക്കുക, അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ലക്ഷ്യം. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ആയല്ലോ? ഒബ്ജക്റ്റീവിന്റെ മെയിൻ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ദ റെസ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് വിൽ ബി ഡിസ്കസ്ഡ് ലേറ്റർ നെക്സ്റ്റ് ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കി ഭാഗം പറയുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഇന്ന് പഠിപ്പിച്ചത് മുഴുവനും നന്നായിട്ട് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, സോ സീ യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു.